السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العظيم. സർവ്വധനനീയരായ സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ നാടിലെയും മറുനാടുകളിലെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകന്മാർ, മറ്റു എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര സംഘടനാ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും പവിത്രമായ പാതയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ മഹിതമായ സംഘടനക്ക് നേതൃത്വം നൽകിയ സച്ചരിതരായ ആളുകളുടെ സുന്ദരമായ പാത പിൻപറ്റി മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരാനും സംസാരിക്കാനുമൊക്കെ അല്ലാഹുവിന്റെ വിധിയുണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. ഒരുപാട് സമയമായി ഒരുപാട് സമയമായി മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രൗഢമായ സംസാരം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആരെങ്കിലും വേദനിപ്പിക്കാനോ അതല്ലെങ്കിൽ ചീത്ത പറയാനോ ഉള്ള വേദിയായി ആരും കരുതരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്, അതിലുപരി സന്തോഷവാന്മാരാണ്. ഭാഗ്യവാന്മാർ എന്ന് ഞാൻ പറയാൻ കാരണം,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് തൗഹീദ് അതനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന പരിപൂർണമായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്ന ഒരു പരിപൂർണമായ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ വളരെ അഭിമാനത്തിലും വളരെ ഭാഗ്യത്തിലുമാണ് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെ വിശ്വസിക്കാനും ജീവിക്കാനും ഭാഗ്യം ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ നാടുകളിൽ വിവിധ സംഘടനകളിൽ വിവിധ പ്രസ്ഥാനങ്ങളിൽ വിവിധ പേരുകളിൽ വിവിധ ഇനീഷ്യലുകളിൽ നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ പാരമ്പര്യത്തിന്റെ വഴി അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ നാട് പാരമ്പര്യത്തിന്റെ ചരിത്രങ്ങൾ യഥേഷ്ടം പറയാനുള്ള നാടാണ് നമ്മുടെ നാട്. കാസർഗോഡിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ വിശുദ്ധമായ ദീനിന്റെ ആവിർഭാവം മുതലുള്ള ചരിത്രങ്ങൾ പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഹിജറ 5-ാം വർഷം കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്ന ചരിത്രങ്ങളിൽ മാടായി പള്ളിയുടെ ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലെ പള്ളിയുടെ ചരിത്രം പറയുന്നുണ്ട്. മാലിക് ദിനാർ തങ്ങളുടെ കാലത്ത് നിർമ്മിച്ച പള്ളിയുടെ ചരിത്രങ്ങളും പറയുന്നുണ്ട്. ഹിജറ 5-ാം വർഷം ഇവിടെ പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ കഅബയും വിശുദ്ധമായ മക്കയും മുസ്ലിമീങ്ങൾക്ക് ഫത്ഹാകുന്നതിന് മുമ്പ് കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഹിജറ 8-ാം വർഷമാണ് വിശുദ്ധമായ കഅബാലയം മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായി കിട്ടിയിട്ടുള്ളത്. ഹിജറ 8-ാം വർഷം. എന്നാൽ ഹിജറ 5-ാം വർഷം കേരളത്തിൽ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ കേരളീയ മുസ്ലിമീങ്ങൾ ആദർശപരമായ വിശ്വാസ രംഗങ്ങളിൽ വളരെ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരർത്ഥം അതാണ്. കേരളത്തിന്റെ മണ്ണിലേക്ക് മഹാന്മാരായ സ്വഹാബത്ത് കൊണ്ടുവന്ന വിശുദ്ധമായ ദീൻ അത് മാറ്റിമറിക്കാതെ മാറ്റിത്തിരുത്താതെ യഥാർത്ഥമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു സംഘടന അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണുള്ളത്. പലരും ഈ അവകാശവാദങ്ങൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ടെങ്കിലും തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഈ വിഷയം സമുദായത്തെ തെര്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. കേരളം ഈ നിലക്ക് വളരെയേറെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയാൻ കേരളേതര സംസ്ഥാനങ്ങളിലെ ചരിത്രമെടുത്തു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ മക്കയിലെ അറഫാത്തിന്റെ മലമുകളെ സാക്ഷി നിർത്തി പുണ്യപ്രവാചകർ അവസാനം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ്. ഈ ദീൻ പരിശുദ്ധമായ ദീൻ ഇവിടെ സമ്പൂർണമാണ്. ഈ ദീനിൽ ഇനി പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഉള്ള നിയമങ്ങൾ എടുത്തു മാറ്റേണ്ടതില്ല. പിൻകാലത്ത് ആരെങ്കിലും ഇതിൽ വല്ലതും കൂട്ടിച്ചേർക്കണമെന്നോ ഉള്ളത് എടുത്തു മാറ്റണമെന്നോ പിൻകാലത്ത് ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്താൽ പരിപൂർണമായ സമ്പൂർണമായ മതത്തിന്റെ ലേബലിൽ നിന്ന് അവർ പുറത്താണെന്ന് പറയാൻ രണ്ടാമത് നമുക്ക് ആലോചിക്കേണ്ടതില്ല. ആ സമ്പൂർണമായ മതം കേരളത്തിന്റെ മണ്ണിൽ വരികയും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഈ വിശ്വാസധാരകൾ കേരളത്തിന്റെ മണ്ണിൽ സജീവമായി നടക്കുകയും ചെയ്തു. 1920 കാലഘട്ടം വരെ. 920 ശേഷം ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ, നിലപാടുകളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി പുതിയ പുതിയ ചിന്താധാരകളിൽ പലരും കേരളത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഓരോരുത്തരെയും വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ കടന്നു വന്ന ഈ പുതിയ ചിന്തയുള്ള, ഈ പുതിയ വിശ്വാസമുള്ള, പുതിയ ആചാരങ്ങളുള്ള ആളുകൾ കേരളത്തിന്റെ മണ്ണിൽ പാരമ്പര്യമായി കിട്ടിയ വിശ്വാസങ്ങളെ പരസ്യമായി വ്യഭിചരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനത്തെ സാഹചര്യത്തിലാണ് 1926 മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകൃതമാകുന്നത്. ഒരു സംഘടനക്ക് ബദൽ എന്ന നിലക്കോ
അതല്ലെങ്കിൽ അധികാരമോഹം തലക്ക് പിടിച്ചതുകൊണ്ടോ മറ്റുള്ള ഭൗതികമായ കാര്യലാഭത്തിനോ ആയിരുന്നില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. പടച്ചവന്റെ പരിശുദ്ധമായ ദീൻ കേടുകൂടാതെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ തങ്ങൾക്ക് ഇലാഹിയായ ഒരു സംഘടന ഉണ്ടാക്കിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭന്മാരായ ആളുകൾ, ആ കാലഘട്ടത്തിലെ അനുകരണീയരായ ആളുകൾ, ആ കാലഘട്ടത്തിലെ നിറഞ്ഞ വിജ്ഞാനമുള്ളവർ, ആ കാലഘട്ടത്തിലെ മാതൃകായോഗ്യരായ ആളുകൾ, അവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഒരുപാട് കള്ള ത്വരീഖത്തുകൾ വന്നു, ഒരുപാട് കള്ള ശൈഖന്മാർ വന്നു, ഒരുപാട് പുതിയ ചിന്താഗതിക്കാർ വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. ഞാനത് എന്റെ വക പറയുന്നില്ല. സമസ്തക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകി അള്ളാഹുവിന്റെ സന്നിധാനത്തേക്ക് മടങ്ങിപ്പോയ സമസ്തയുടെ അമരക്കാരനായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വ്യക്തമായി പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് കേരളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ പറയുന്ന വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സഹാബത്തിന്റെ കാര്യത്തിന് ശേഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തി മഹ്ദൂം കുടുംബത്തിൽ പഴയ കാലത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാകുന്നു ധാരാളം ആളുകൾ. ഇങ്ങനെയുള്ള മഹാന്മാരെ പ്രവർത്തനം ഇല്ലാതായി പോയപ്പോൾ ഇവിടെ ബിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നു കയറ്റം ഇവിടെ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ബിദഈ പ്രസ്ഥാനക്കാർ, അതുമായി തന്നെ പിഴച്ച തെരീഖത്തുകാർ, അവരുടെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിനെ രക്ഷിക്കേണ്ട കടമ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട കടമ പണ്ഡിതന്മാർ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാന അക്കാലത്തുള്ള മഹാപണ്ഡിതന്മാര്, മഹാനായ ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ അള്ളാഹുവിന്റെ വലിയാണ്, ആരിഫാണ്, മഹാപണ്ഡിതനാണ്, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആൾ. അദ്ദേഹത്തിന്റെ കീഴിൽ പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തിന്റെ അധ്യക്ഷ യോഗം ചേർന്ന് ഒരു സംഘടനക്ക് രൂപം നൽകി. ആ സംഘടനയാണ് ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്ത്. 86 കൊല്ലം മുതൽക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹത്തായ സംഘടനയാണ് സമസ്ത. ഈ സമസ്ത മഹത്തായ സംഘടന അതിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആൾക്കാരൊക്കെയും സൂഫി വര്യന്മാരും അതുമാതിരി തന്നെ കൽബ് ശുദ്ധിയാവരും വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളെ ബർക്കത്തിന്റെ സംഘടന. ഈ സംഘടന നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, എല്ലാവരും അതിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഉപദേശിക്കും ചെയ്യാൻ വളരെ വ്യക്തമായിട്ടാണ് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ പുതിയ പുതിയ ചിന്താധാരകളിൽ കള്ള ശൈഖന്മാർ വന്നു, ഇവിടെ കള്ള ത്വരീഖത്തുകൾ വന്നു, പുതിയ പുതിയ പേരിൽ സംഘടനകൾ വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ നോക്കൂ നിങ്ങൾ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചു പോകാറുണ്ട്, ഇംഗ്ലീഷ് അക്ഷരമാല Z കൊണ്ട് അവസാനിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. അതിന്റെ ശേഷം ഒരു അക്ഷരമുണ്ടാകുമെങ്കിൽ അതിന്റെ പേരിലും കേരളത്തിൽ സംഘടനകൾ ഉണ്ടാകുമായിരുന്നു. ഈ സംഘടനകൾ അത് മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും തബ്ലീഗായാലും ഖാദിയാനിയായാലും ചേകനൂരായാലും മൗദൂദികളായാലും നിരീശ്വരവാദികളായാലും ഇവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ പിന്നാലെ കൂടിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്നാണ്. നമ്മൾ പറയുന്നത് കണ്ണ് കാണപ്പെട്ട സംഘടനകളുടെ പിന്നിൽ പോയാൽ, വളർന്നു വരുന്ന പുതിയ പുതിയ സംഘടനകളുടെ പിന്നിൽ പോയാൽ സ്വർഗപ്രവേശനം സാധ്യമല്ല, സ്വർഗത്ത് പോകാൻ കഴിയൂല. കാരണം ഇവരൊക്കെ പറയുന്നത് ഞങ്ങളെ കൂടെ കൂടിയാൽ സ്വർഗത്തിൽ പോകുമെന്നാണ്. ഞങ്ങളുടെ ലക്ഷ്യം അത് സ്വർഗമാണ്, ലക്ഷ്യം സുതാര്യമാണ്. നമ്മൾ പറയുന്നത് ലക്ഷ്യം നന്നായാൽ പോരാ, മാർഗവും കൂടെ നന്നാവണം. ലക്ഷ്യം നന്നാകുന്നതോടുകൂടെ സഞ്ചരിക്കുന്ന വഴി, സഞ്ചരിക്കുന്ന മാർഗവും വിശ്വസിക്കുന്ന വിശ്വാസവും, ഇത് രണ്ടും നന്നായെങ്കിലേ ലക്ഷ്യമാകുന്ന സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന വസ്തുത നാം ഒക്കെ അറിഞ്ഞിരിക്കണം. വളർന്നു വരുന്ന യുവാക്കൾ, വളർന്നു വരുന്ന ചെറുപ്പക്കാർ, ഈ തരത്തിലുള്ള വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്യാൻ പുതിയ പുതിയ സംഘടനകൾ വിവിധ പേരുകളിൽ രംഗപ്രവേശനം നടത്തുമ്പോൾ നമ്മളുടെ ഈമാനിനെ സൂക്ഷിക്കാനും ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനും കർശനമായ നിലപാടുകൾ അവനവന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആവശ്യമാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ചരിത്രം, ഈ ഉത്ഭവത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ചിലരെ നമ്മൾക്ക് പരിചയപ്പെടുത്തേണ്ടി വരികയാണ്. കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അത് ഏത് ഗ്രൂപ്പിന്റെ പേരിൽ അറിയപ്പെട്ടാലും, ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി, നമ്മൾ ഓരോരുത്തരെ
ഫുറൂഇയ എന്ന നിലയ്ക്ക് നമ്മളിവിടെ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം, ബിദ്അത്തുകാർ, വഹാബികൾ എന്ന് പറയുന്നവർ, സലഫികൾ എന്ന് പറയുന്നവർ ഹിജ്റ 1115 ജനിക്കുകയും ഹിജ്റ 1206 മരണപ്പെടുകയും ചെയ്ത നജ്ദുകാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഈ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ഈ വഹാബി പ്രസ്ഥാനം ഏറി വന്നാൽ 250 വർഷത്തിൽ താഴെയുള്ള വിശ്വാസ പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അവകാശപ്പെടാനുള്ളത്. 250 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. അങ്ങനെ ഈ വിശ്വാസങ്ങൾ കൊണ്ടുപോയാൽ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന വിഷയം, മാലമൗലിദുകളെ വിമർശിക്കുന്ന വിഷയം, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ വിഷയം, ഖബർ സിയാറത്തിന്റെ വിഷയം, അതുപോലെ തന്നെ ഖുതുബയുടെ ഭാഷയുടെ വിഷയം, ഈ തർക്കങ്ങളൊക്കെ കൊണ്ടുപോയാൽ 250 താഴെയുള്ള വർഷത്തിന്റെ പാരമ്പര്യം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പക്കൽ എത്തിച്ചേരുന്നു. നമ്മൾ പറയുന്നത് 250 വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസം നമുക്ക് ആവശ്യമില്ല. 300 വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസം നമുക്ക് ആവശ്യമില്ല. 1000 വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസവും നമുക്ക് വേണ്ട. 1500 വർഷത്തെ പാരമ്പര്യം നമ്മുടെയൊക്കെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത രാജകുമാരൻ മഹാനായ സയ്യിദുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന വിശ്വാസമല്ലാതെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് ഏത് രൂപത്തിൽ, ഏത് കോലത്തിൽ രംഗപ്രവേശനം നടത്തിയാലും ശരി, ഈ പറയപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിന്നാലെ പോകാൻ സാധ്യമല്ല, ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ല. അതുപോലെ മറ്റൊരു പ്രസ്ഥാനമാണ് മൗദൂദികൾ, ജമാഅത്തെ ഇസ്ലാമി. 1941 ജമാഅത്തെ ഇസ്ലാമിക്ക് അബുൽ അഅ്ല മൗദൂദി തുടക്കം കുറിക്കുന്നത്. 1941 തുടക്കം കുറിച്ച ജമാഅത്തെ ഇസ്ലാമി അബുൽ അഅ്ല മൗദൂദിയുടെ പുതിയ വീക്ഷണങ്ങളും പുതിയ ചിന്താധാരകളും കൊണ്ടുവരികയും പാരമ്പര്യത്തെ തകർക്കുന്ന വിശ്വാസങ്ങളുമാണ് അയാൾ കൊണ്ടുവന്നത്. എത്ര വർഷത്തെ പാരമ്പര്യം? ഒരു 80 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. പോകട്ടെ, അങ്ങേതല കൂട്ടിയാൽ ഒരു 100 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. ഈ 100 വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസം ആർക്ക് വേണം ഇവിടെ? 100 വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസധാര ഒരു മുസ്ലിമിനെ അനുധാവനം ചെയ്യാനും പിൻപറ്റാനും സാധ്യമല്ല. അതീ പറയപ്പെട്ട മുഹമ്മദ് അബുൽ അഅ്ല മൗദൂദിയുടെ ചിന്താധാരകൾ ഇസ്ലാമിന്റെ പ്രമാണമായോ അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയായോ സ്വീകരിക്കാൻ സാധ്യമല്ല. അടുത്ത പ്രസ്ഥാനമാണ് ഖാദിയാനികൾ. 1835 പഞ്ചാബിലെ ഖാദിയാൻ എന്ന പ്രദേശത്ത് ജനിച്ച മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി രൂപീകരിച്ചതാണ് ഖാദിയാനിസം അഥവാ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. കേരളത്തിൽ പല ഭാഗങ്ങളിലും അവർക്ക് പള്ളികളുണ്ട്, ഒറ്റപ്പെട്ട പള്ളികൾ. ഈ ഖാദിയാനികൾ ഇസ്ലാമിന്റെ ലേബലിന് പുറത്താണെന്ന് ആദ്യമായി ലോകത്ത് ഫത്വ കൊടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ ഫത്വയെ പിന്താങ്ങിക്കൊണ്ട് വേൾഡ് ഇസ്ലാമിക സംഘടനയായ റാബിത്ത പോലും ഈ ഫത്വയെ പിന്താങ്ങി അവരും പ്രഖ്യാപിച്ചു ഖാദിയാനികൾ ഇസ്ലാമിന്റെ ലേബലിൽ നിന്ന് പുറത്താണ്. എന്തേ കാരണം? അവർ ഖത്മുൻ നുബുവത്തിനെ നിഷേധിച്ചവരാണ്. അവസാനത്തെ പ്രവാചകർ നബി തങ്ങളാണ് എന്ന വിശ്വാസത്തെ നിരാകരിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയാണ് അവസാനത്തെ പ്രവാചകൻ എന്നാണ് അയാൾ പറയുന്നതും അനുയായികൾ വിശ്വസിക്കുന്നതും. അത് നബി തങ്ങളുടെ ഖത്മുൻ നുബുവത്തിനെ പരസ്യമായി വിമർശിക്കുക വഴി ഇസ്ലാമിന്റെ സുന്ദരമായ ധാരയിൽ നിന്ന് അവർ പുറത്തു പോവുകയും സ്വർഗപ്രവേശനം സാധ്യമല്ലാത്ത വിധത്തിൽ വഴിപിഴക്കുകയും ചെയ്തവരാണ് ഖാദിയാനികൾ. മറ്റൊരു സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത്. കാണാനൊക്കെ നല്ല കോലുണ്ടാകും, കാണാനൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാകും. കണങ്കാലിന്റെ മേലെ പൊന്തി നിൽക്കുന്ന തുണിയും നീണ്ട ജുബ്ബയും തൊപ്പിയും അതിന്റെ മേലെ തലപ്പാവും താടിയൊക്കെ കണ്ട അയാൾ മുഷാവറ മെമ്പറാന്നൊക്കെ തോന്നിപ്പോകും കണ്ടാൽ. തബ്ലീഗ് ജമാഅത്തുകാരൻ അവരുടെ വിശ്വാസവും അവരുടെ എഴുത്തുകളും അവരുടെ കർമ്മങ്ങളും 100% സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമാണ്, പാരമ്പര്യമായ വിശ്വാസത്തിന് വിരുദ്ധമാണ്. ഈ തബ്ലീഗ് ജമാഅത്തിനെ ഇവിടെ സ്ഥാപിച്ചത് മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന ഒരാളാണ്. ഹിജ്റ 1303 ജനിക്കുകയും
ഹിജ്റ 1363 മരണപ്പെടുകയും ചെയ്ത ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബ് സ്ഥാപിച്ച ഈ തബ്ലീഗ് ജമാഅത്തിന് ഒരു 80 വർഷത്തിൽ താഴെ അല്ലെങ്കിൽ 90 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യ വിശ്വാസമാണുള്ളത്. അതൊന്നും സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതി അതൊന്നും സ്വീകരിക്കുവാൻ മുസ്ലിമീങ്ങളായ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ കേരളത്തിൽ കടന്നു വന്ന മറ്റൊരു സംഘടനയാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അഥവാ ചേകനൂർ മൗലവിയുടെ സംഘടന. നിസ്കാരം 5 വഖത്തില്ല, 3 വഖത്തേ വേണ്ടൂ. അദ്ദേഹത്തിന്റെ വാദം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉയർത്തിപ്പിടിച്ചിട്ടാണ് അയാൾ പറഞ്ഞത് നിസ്കാരം 5 വഖത്തില്ല, 3 വഖത്തേ നിസ്കരിക്കേണ്ടതുള്ളൂ. ആ 3 വഖത്ത് തന്നെ നിസ്കരിക്കണമെങ്കിൽ വുളു ആവശ്യമില്ല. ഇനി വുളു ഇല്ലെങ്കിൽ തന്നെ ഖിബ്ലക്ക് തിരിഞ്ഞോളണമെന്നില്ല. അയാൾക്കൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ, നിസ്കരിച്ച് നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവരും ബുദ്ധിമുട്ടോർത്ത് നിസ്കരിക്കാത്തവർക്കും പറ്റിയ പുസ്തകം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആലോചിച്ചു നോക്കി. ആ മനുഷ്യൻ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാ പറയണത് നിസ്കാരം 5 വഖത്തില്ല, ഔറത്ത് മറച്ചോളന്നില്ല, ഖിബ്ലക്ക് മുന്നിട്ടോളന്നില്ല, ഉറക്കം തൂങ്ങിയവൻ നിസ്കരിക്കേണ്ടതില്ല, ഉറങ്ങി ക്ഷീണമുള്ള അത്രയും നിസ്കരിക്കേണ്ടതില്ല, ജോലിക്ക് പോകുന്നവൻ നിസ്കരിക്കേണ്ടതില്ല, ജോലി കഴിഞ്ഞ് ക്ഷീണമുള്ളവനും നിസ്കരിക്കേണ്ടതില്ല. മൊത്തത്തിൽ നിസ്കാരം അങ്ങനെ നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ തന്നെ 3 വഖത്ത് മതി. അത് തന്നെ ഉളൂടുത്തോളുന്നില്ല. ഈ വാദഗതിയിൽ വന്ന ചേകനൂർ മൗലവിയുടെ ഈ വാദഗതികൾ പരസ്യമായി വിശുദ്ധ ദീനിന്റെ പ്രാമാണികമായ രേഖകൾ ഉപയോഗിച്ച് അതിനെ തകർത്തെറിഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇങ്ങനെ പുതിയ 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 സംഘടനകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 രൂപീകൃതമായതിന് ശേഷം കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ അല്ല 90% പോട്ടെ 95% ആളുകളും ഈ മഹിതമായ സംഘടനയുടെ പിന്നിൽ അണിനിരന്നു. കേരളത്തിലെ മഹല്ലത്തുകൾ, കേരളത്തിലെ ബഹുജനങ്ങൾ മുഴുവൻ ആളുകളും ഇതിന്റെ പിന്നിൽ അണിനിരന്നു. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ സാത്വികന്മാരായ പണ്ഡിതന്മാർ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകി. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, അതുപോലെ തന്നെ പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാരെ പോലെ, പാണക്കാട് PMS പൂക്കോയ തങ്ങളെ പോലെ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള സാത്വികന്മാരായ നിഷ്കളങ്കരായ പ്രാർത്ഥിച്ചാൽ ആ സ്പോട്ടിൽ ഉത്തരം ലഭിക്കുന്ന മഹാന്മാരായ സാദാത്യങ്ങൾ പണ്ഡിതന്മാർ അവരാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഇതിന് നേതൃത്വം നൽകിയത്. അവരെ പോലുള്ളവരാണ് ഇന്ന് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇങ്ങനെ സമസ്തയെ പോലെയുള്ള ഒരു സംഘടന കേരളത്തിന്റെ മണ്ണിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഒരു വേള ബംഗാളിലേക്കൊന്ന് യാത്ര ചെയ്താൽ, UP-യിലേക്കൊന്ന് യാത്ര ചെയ്താൽ, കേരളേതര സംസ്ഥാനങ്ങളിൽ പോയാൽ 2 ദിവസം അവിടെ താമസിച്ചാൽ അറിയും എന്താണ് സമസ്ത കേരളത്തിൽ ചെയ്തത് എന്ന്. വിമർശിക്കുന്ന വിമർശകർ പോലും ഇത് സമ്മതിക്കുന്നതാണ്. ഈ മഹിതമായ സംഘടന ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് 1988-89 കാലഘട്ടങ്ങളിൽ ഏതാനും ആളുകൾ ഈ സംഘടനയിൽ നിന്ന് മാറിപ്പോവുകയും കലുഷിതമായ സാഹചര്യം ഈ സംഘടന ഉണ്ടാക്കുകയും ചെയ്തത്. അതിന്റെ അനന്തരഫലം, അതിന്റെ തിക്തഫലം, അതിന്റെ ദുരന്തഫലം ഇന്നും കേരളീയ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ചില്ലറ വിഷയമായി നമ്മൾ ആരും കാണരുത്. ഇത് മഹാ അബദ്ധമാണ്, മഹാ അപകടമാണ്. അത് ഏതു കോലത്തിലും ഏതു രൂപത്തിലും നടന്നാലും അടിസ്ഥാനപരമായ കുരുത്തവും പുരുത്തവും നഷ്ടപ്പെട്ടാൽ പടച്ചവന്റെ സ്വർഗപ്രാപ്തി സാധ്യമല്ല. 1988-89 കാലഘട്ടങ്ങളിൽ സമസ്തയുടെ പ്രസിഡന്റ് ആരാണ്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ്. അള്ളാഹു അവിടത്തോടുകൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ദുആ ചെയ്താൽ ആ സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടിയിരുന്ന മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. മഴയില്ലാത്ത നാട്ടുകാർ വന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തത്, പടച്ചോനെ, ദുആ ചെയ്യാൻ വന്നത് കണ്ണിയത്ത് അഹമ്മദാണ് എന്ന് നിനക്കറിയാം. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റുപോലും ചെയ്തിട്ടില്ല പടച്ചവനെ. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഈ നാട്ടുകാർക്ക് മഴ വേണം, മഴ കൊടുക്കണേ എന്ന് പറഞ്ഞ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത കണ്ണിയത്ത് ഉസ്താദിന്റെ കരം താഴും മുമ്പ് ശക്തമായ മഴ പെയ്യിപ്പിച്ച കറാമത്തിന്റെ ഉടമ കണ്ണിയത്ത് ഉസ്താദ്. ആ കറാമത്തിനോടും എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും സാധിക്കാത്തവർ മഴ പെയ്യാൻ വേണ്ടി ഇടിവെട്ടി മിന്നടിച്ച് മഴ ഇങ്ങനെ പെയ്തു തുടങ്ങിയപ്പോൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് മഴ പെയ്യിപ്പിച്ച സംഭവമൊക്കെ കേരളം നടന്നിട്ടുണ്ട്.
മഴ പെയ്യാൻ വേണ്ടി ഇടിവെട്ടി മിന്നടിച്ച് മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി ദ്വാരുന്നിട്ട് എന്റെ കറാമത്ത് കൊണ്ട് മഴ പെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞവരും കേരളത്തിലുണ്ട്. ഇത് അങ്ങനത്തെ കറാമത്തല്ല ഈ പറഞ്ഞത്. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റാണ്. പണ്ഡിത ലോകത്തെ സൂര്യ തേജസ് എന്ന് ലോകം അംഗീകരിച്ച കറാമത്തിന്റെ ഉടമയായ ശംസുൽ ഉലമ ഈ സമസ്തയുടെ സെക്രട്ടറിയാണ്. ഇവർ ഈ സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി നിലകൊള്ളുന്ന ഈ കാലഘട്ടം കേരളീയ മുസ്ലിം സമുദായത്തിന് ഐശ്വര്യത്തിന്റെ, സന്തോഷത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തമുള്ള കാലഘട്ടം, സുന്ദരമായ കാലഘട്ടം. അള്ളാഹു ആ മഹാന്മാരോട് കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവർ ഈ സംഘടനയെ നയിക്കുന്ന സമയത്താണ് കണ്ണിയത്ത് ഉസ്താദിനെ പറ്റൂല, ശംസുൽ ഉലമനെ പറ്റൂല എന്ന് പറഞ്ഞ് സമസ്തയിൽ നിന്നൊരു വിഭാഗം ആളുകൾ മാറിപ്പോയി. 6 ആളുകൾ. ആ 6 ആളുകളിൽ 4 ആളും ഇന്ന് മരണപ്പെട്ടു. 2 ആളുകൾ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഒന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ചിത്താരി ഹംസ മുസ്ലിയാരും. പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ നിങ്ങൾക്ക്. ഈ 2 ആളുകളാണ് ഇന്നതിൽ ജീവിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഗുരുവര്യരുടെയും ഔലിയാക്കന്മാരുടെയും കുരുത്തവും പൊരുത്തവും 1% പോലും അവകാശപ്പെടാനില്ലാത്തവർ ഏത് പേരിൽ പ്രവർത്തിച്ചാലും, ഏത് രൂപത്തിൽ കേരളത്തിൽ പ്രവർത്തനം നടത്തിയാലും പടച്ചവന്റെ പക്കൽ നിന്നുള്ള സഹായമോ അവസാനം അള്ളാഹുവിന്റെ പൊരുത്തമോ കിട്ടുക എന്നത് അസാധ്യമാണ്. കണ്ണിയത്ത് ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റായി നിൽക്കുമ്പോ അതേ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി വേറൊരാള് പ്രസിഡന്റായി. ആ പ്രസിഡന്റാകുന്ന ആളുടെ ഉസ്താദിന്റെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. വേറൊരാൾ സെക്രട്ടറിയായി. അയാളുടെ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട കെ ഹസ്രത്ത്. അവരുടെ ഉസ്താദ് ആരാണ്? ശംസുൽ ഉലമ. അവരുടെ ഉസ്താദ് ആരാണ്? കണ്ണിയത്ത് ഉസ്താദ്. ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് സെക്രട്ടറിയായി നിൽക്കെ അവരെ ധിക്കരിച്ചുകൊണ്ടാണ് രണ്ടാമതൊരു സംഘടന ഉണ്ടാക്കിയത്. നമ്മൾ പറയുന്നത് സാധാരണ ഒരാളുടെ ബുദ്ധിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഇത്രയും തരം താഴ്ന്നൊരു പ്രവർത്തനം. അങ്ങനെ സംഘടന ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവർ പുസ്തകങ്ങൾ എഴുതി സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നോക്കൂ നിങ്ങൾ, ഇത് എന്താ കാര്യങ്ങള്, ഞാൻ വേഗത്തിൽ വിഷയങ്ങൾ പറയാൻ. 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസ് എന്ന് പറയുന്ന സമസ്തയിൽ നിന്ന് മാറി നിന്നവരുടെ മുഖപത്രമാണിത്, സുന്നി വോയിസ്. ഇതിന്റെ 10ാമത്തെ പേജിൽ കാണാം, ഇതിന്റെ 23ാമത്തെ പേജിൽ ഒരു ഹെഡിങ് കാണാം, ആദർശ ജാഗരണത്തിന്റെ നാളുകൾ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ലേഖനമാക്കി കൊടുത്തതാണിത്. സമസ്തയിൽ നിന്ന് മാറിപ്പോയതിനെ സംബന്ധിച്ച്, സമസ്തയിൽ നിന്ന് ഭിന്നിച്ചു പോയതിനെ സംബന്ധിച്ച്, കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയും പാണക്കാട് സാദാത്യങ്ങളെയും ധിക്കരിച്ചു പോയതിനെ സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞ എന്താ നിങ്ങള്? തീർത്തും മാതൃസാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. സമസ്ത എന്ന മഹിതമായ ഇലാഹിയായ പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നമുക്ക് ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുമായി കൂടിയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാളും നല്ലത് ഇത്തരം ഒരു വഴിപിരിയലായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കൂടെ നിന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാളും നല്ലത് അവിടെ നിന്ന് വഴിപിരിഞ്ഞു പോരലായിരുന്നു എന്നാണ് ഈ അതിന്റെ മറുഭാഗത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് എഴുതിയിട്ടുള്ളത്. എത്ര ഗൗരവമുള്ളൊരു വാക്കാണിത്, എത്ര ധിക്കാരമുള്ള വാക്കാണിത്. കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഈ സംഘടനക്ക് നേതൃത്വം നൽകുമ്പോൾ അവരെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നത് ഞങ്ങൾക്കതിൽ ദുഃഖമില്ലെന്ന് പച്ച മലയാളത്തിൽ ലേഖനം എഴുതിയവർ. ഇവിടെയാണ് നമ്മൾ പറയുന്നത് വളരെ വലിയ അപാകതകൾ മുന്നോട്ടുള്ള ഗമനത്തിൽ പൊരുത്തവും കിട്ടുന്നതിൽ അവർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആകുന്ന കാലഘട്ടം സമസ്തയുടെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. മുഴുവൻ ആളുകളും ഈ മഹിതമായ സംഘടനയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന കാലം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആകുന്നത് 1967 മുതൽ 93 വരെയുള്ള കാലഘട്ടമാണ്. 67 മുതൽ 93 വരെ. അതിന്റെ ഇടക്കാണ് 88ഉം 89ഉം കൊല്ലം വരുന്നത്. 1993 കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത്. ഇനി സെക്രട്ടറിമാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ 1957 മുതൽ 1996 വരെയാണ് ശംസുൽ ഉലമ സമസ്തയുടെ സെക്രട്ടറി ആകുന്നത്. 96 വരെ. അതിന്റെ ഇടക്കാണ് 88, 89.
ഈ ഒരു കാലഘട്ടങ്ങളിൽ മാറി നിന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കിയവർ പിൻകാലത്ത് ചരിത്രത്തെ വളച്ചൊടിച്ച് വക്രീകരിച്ച് സമുദായത്തിൽ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ മഹല്ലുകളിൽ മുഴുവനും ഛിദ്രതയുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, ഗ്രൂപ്പ് തിരിച്ച് ആലിമീങ്ങളെ വലുതും ചെറുതുമായി വേർതിരിച്ചു, മദ്രസകൾ കിടച്ചുമര വെച്ചു. ഒരു മഹല്ലിൽ ഒരു ദിവസം പെരുന്നാളെങ്കിൽ അതേ മഹല്ലിൽ അതേ ദിവസം നോമ്പുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എത്ര വലിയ അപകടം ആലോചിച്ച് നോക്കി നിങ്ങള്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ വെച്ച് സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ നാളിതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഗുരുതരമായ ആരോപണങ്ങൾ സമസ്തയുടെ മേൽ അവർ ആരോപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അവിടെ തന്നെ നമ്മുടെ സമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്, സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. സമസ്തയിൽ നിന്ന് അവർ മാറിപ്പോയി. ഈ മഹാന്മാരെ നിലനിൽക്കെ മറുസംഘടന ഉണ്ടാക്കി. ഈ വസ്തുത മറച്ചുവെക്കാൻ വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ തങ്ങൾ െന്നും ശംസുൽ ഉലമ വഫാത്തായപ്പോൾ കാന്തപുരം സെക്രട്ടറി ആയെന്നുമുള്ള പച്ചക്കളവ് സമുദായത്തെ പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്താനുള്ള ഹീനമായ ശ്രമമാണ് മറുഭാഗത്തുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രഭാഷകന്മാരിൽ പ്രമുഖനായ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ കളവ് വ്യാപകമായി പ്രചരിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞുപോയ സഹോദരന്മാരെ, താജുൽ ഉലമയെ വൈസ് പ്രസിഡന്റായും ഉള്ളാളത്തെ തങ്ങളുടെ പാപ്പ താജുൽ ഉലമ വൈസ് പ്രസിഡന്റായും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. പച്ചക്കളമാണ് അയാൾ പറഞ്ഞത്. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ സ്ഥാനത്തേക്ക് താജുൽ ഉലമ ഇരുന്നു എന്നത് പച്ചക്കളവാണ്. പ്രസിഡന്റ് വഫാത്താകുന്നതെന്നാണ് 1993 ഇയാള് പ്രസിഡന്റ് ആകുന്നതോ 88 അല്ലെങ്കിൽ 89 93 വഫാത്താകുന്ന കണ്ണിയത്ത് ഉസ്താദ് സ്ഥാനത്തേക്ക് 89 എങ്ങനെ ഇയാള് കയറിയിരിക്കുക? അത് നമുക്ക് മനസ്സിലാകാത്തൊരു കണക്കാണത്. പല കണക്കുകളും നമുക്ക് തിരിയലില്ല, ഈ കണക്ക് തിരിയുന്നില്ല. ഇങ്ങനെയുള്ള പച്ചക്കളവ് വ്യാപകമായി പ്രചരിപ്പിക്കുക. എന്നിട്ട് അങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നിലനിന്നത്. അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കൂല. കാരണം തോന്നിയാസം കബൂലാക്കണ പണിയല്ലല്ലോ അള്ളാഹുള്ളത്. കാരണം ഇവിടെ ഒരു സംഘടനയും ഒരു സമസ്തയും നിലനിൽക്കെ അതേ പേരിൽ വേറെ സംഘടന ഉണ്ടാക്കിയിട്ട് അള്ളാഹ് കബൂലാക്കട്ടെ എന്ന്. അള്ളാഹ് ഇവിടെ ഹൈറായ കാര്യങ്ങൾ കബൂലാക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എങ്ങനെ അള്ളാഹു തോന്നിയാസം കബൂലാക്കണു? അന്ന് ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ശംസുലമന്റെ ദർജക്ക് അള്ളാഹുത്തിന് വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിതുമായിരുന്നിട്ടുള്ള ദർജ പോകുമെന്നുള്ള പേടിയാണ് നമുക്ക്. കാരണം ഇതൊക്കെ മുസ്ലിമത്തിൽ കഥാബ് മന്ത്രിച്ച മാതിരി ഒക്കെ നേരെ തല കുത്തനെപ്പം നടക്കണം. ഇവനും ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ കാന്തപുരം ജോയിന്റ് സെക്രട്ടറി ആണെന്ന് അയാൾ പറയുന്നത് അത് സത്യമാണ്, വളരെ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ സത്യം ആര് പറഞ്ഞാലും നമ്മൾ സത്യം എന്ന് പറയണം. കളവ് പറഞ്ഞാൽ അത് കളവാണെന്ന് നമ്മൾ പറയണം. അതല്ല നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അന്നത്തെ ആലിമീങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാര്, സെക്രട്ടറി വഫാത്തായി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. അത് പച്ചക്കളമാണ് ഇയാൾ പറഞ്ഞത്. എന്നാ സമസ്തയുടെ സെക്രട്ടറി വഫാത്താകുന്നത് 1996. അന്നാണ് സമസ്തയുടെ സെക്രട്ടറിയായ ശംസുൽ ഉലമ വഫാത്താകുന്നത്. കാന്തപുരം സെക്രട്ടറി ആണത് 89. 96 വഫാത്താകണ ശംസുൽ ഉലമയുടെ സ്ഥാനത്തേക്ക് 89 എങ്ങനെ സെക്രട്ടറി ആകണത്? ആ കണക്കൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ കളവ് പറയുന്ന ഈ ആളുകളെ അനുധാവനം ചെയ്യുന്നതും അവരെ പിൻപറ്റുന്നതും സ്വർഗപ്രാപ്തി കിട്ടാൻ ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. ഇങ്ങനത്തെ കളവ് പറഞ്ഞാൽ പടപ്പുകളെ പേടില്ലെങ്കിലും പടച്ചോനെ പേടിക്കണ്ടേ? അള്ളാനെ പേടിക്കണ്ടേ? സത്യത്തിൽ എന്താ വസ്തുതാരങ്ങള്? അധികാരത്തിനുള്ള മോഹത്തിന്റെ, പണത്തിനോടുള്ള ആർത്തിയുടെ,
അമിതമായ പ്രസരിപ്പ് മൂലമാണ് ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കുകയും സമസ്ത എന്ന വ്യാജമായ പേരിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അവർക്ക് സമസ്ത എന്ന പേരിൽ അറിയപ്പെടാനും പ്രവർത്തിക്കാനും സാധ്യമല്ല. ഇത് അവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ബൈലോയാണിത്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബൈലോ, ആ ബൈലോയുടെ 2ാമത്തെ പേജിൽ എം എന്ന് പറഞ്ഞിട്ട് കാണാം, അവരുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോടാണ് കടപ്പാടുള്ളത്. അവരുടെ സംഘടന സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന് അവർ പറയാറില്ല, അങ്ങനെ നോട്ടീസിലും കൊടുക്കാറില്ല. സമസ്ത എന്നാണ് അവരും പറയാറുള്ളത്. ഇത് കാപ്പറ്റ്യമാണ്, ഇത് നിഫാഖിന്റെ അടയാളമാണ്. ഏതായാലും ഇരിക്കട്ടെ, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാടുനീളെ നടന്നു. അന്ന് മാറിപ്പോകുന്ന സമയത്ത് 2 ആരോപണങ്ങൾ. സമസ്തയുടെ പ്രവർത്തകന്മാർ, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. ഒത്തൊരുമയോടും ഐക്യത്തോടും കൂടി നിന്ന നാടുകളിൽ മുഴുവനും ഫിത്നയുണ്ടാക്കി. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാടുകളിലൊക്കെ മലപ്പുറം ജില്ലയുടെ, കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ കൈകടത്തൽ മൂലം എത്രയോ പള്ളികൾ അടച്ചുപൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ RSSനെ കൊണ്ട്, BJPയെ കൊണ്ട്, ശിവസേനയെ കൊണ്ട്, ബജ്രംഗ് ദളുകാരെ കൊണ്ട് ഒരു പള്ളി പൂട്ടിയ ചരിത്രം നാളിതുവരെ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ സമസ്തയിൽ നിന്ന് മാറിപ്പോയവരുടെ പ്രവർത്തനം കൊണ്ട് എത്രയോ പള്ളികൾ, 33ഓളം പള്ളികൾ മലപ്പുറം ജില്ലയിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പൂർണ്ണമായോ ഭാഗികമായോ അടച്ചുപൂട്ടപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യമാണ് ഇന്ന് മലപ്പുറം ജില്ലയിലുള്ളത്. അള്ളാഹുവിനോട് ഇതിനൊക്കെ മറുപടി പറയണ്ടേ? സ്വർഗം കിട്ടണം, പടച്ചവന്റെ പൊരുത്തം കിട്ടണം എന്നൊരു നിയത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു സംഘടനയുടെ പേരിൽ നടത്തുന്നത് വളരെ വലിയ അപകടകരമാണ്. ഈ ഒരു പ്രമേയം കേരളത്തിലെ മുഴുവൻ മുസ്ലിം ബഹുജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട, തെര്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണിത്. അന്നവർ സമസ്തക്കെതിരെ ആരോപിച്ചിരുന്ന 2 ആരോപണങ്ങൾ, ഒന്ന് ബിദ്അത്ത് ബന്ധവും, 2 രാഷ്ട്രീയ ബന്ധവും. സമസ്തക്ക് ബിദ്അത്തുകാരോട് ബന്ധമുണ്ട്, സമസ്തക്ക് രാഷ്ട്രീയപരമായ ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും രാഷ്ട്രീയവുമായി ബന്ധപ്പെടാതെ, ഒരു കാരണവശാലും ഒരു ബിദ്അത്തുകാരനുമായി ബന്ധപ്പെടാതെ പരിപൂർണമായി അല്ലാഹ് ബില്ലാഹ് എന്ന ചിന്തയോടുകൂടെ കഴിഞ്ഞുകൂടുന്ന ഒരു സംഘടന ഞമ്മക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ പോയിട്ട് സംഘടന ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഓടലിൽ നിന്ന് തല പോയാലും ഞങ്ങൾ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടൂല, ബിദ്അത്തുകാരുമായി ബന്ധപ്പെടൂല. അങ്ങനെയായിരുന്നു അവർ പഴയകാലത്ത് പറഞ്ഞത്. പിൻകാലത്ത് നമ്മൾ കണ്ടതും കേട്ടതുമായ ചരിത്രങ്ങൾ ഈ ആദർശത്തിൽ നിന്നുള്ള വ്യക്തമായ വ്യതിചലനമായിരുന്നു. നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാവായിരുന്ന KC അബ്ദുള്ള മൗലവി മരണപ്പെട്ടു. ആരാ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന KC അബ്ദുള്ള മൗലവി? സുന്നികൾ മുശ്രിക്കുകളാണെന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ആളാണ് KC അബ്ദുള്ള മൗലവി, തനിച്ച വഹാബി. അയാൾ മരണപ്പെട്ടപ്പോൾ എന്റെ സുഹൃത്ത് പോയത് എനിക്ക് നഷ്ടമാണെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ലേഖനം എഴുതിയത് മർക്കസിന്റെ പ്രസിഡന്റ് ഫസൽ പൂക്കോയ തങ്ങളായിരുന്നു. ആ ലേഖനം നോക്കൂ നിങ്ങൾ, പ്രബോധനം വരട്ടെ. അന്ന് പുറത്തിറങ്ങിയ പ്രബോധനത്തിന്റെ ചട്ടയാണ് ഈ കാണുന്നത്. KC അബ്ദുള്ള മൗലവി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുസ്മരണം എഴുതിക്കൊണ്ട് പുറത്തിറക്കിയ പ്രബോധനം, അതിന്റെ ഉള്ളിലെ ലേഖനം ഒന്ന് കാണി നിങ്ങൾ. ആരാ ലേഖനം എഴുതിയത്? മർക്കസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ലേഖനം എഴുതി. എന്താണ് ലേഖനത്തിന്റെ ഹെഡിങ് എന്നറിയങ്ങള്? എന്റെ സുഹൃത്ത് എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. മർക്കസിന്റെ പ്രസിഡന്റാണ് എഴുതുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലാണ് എഴുതുന്നത്. ആര് മരിച്ചിട്ട്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന KC അബ്ദുള്ള മൗലവി മരണപ്പെട്ടപ്പോൾ സങ്കടത്തിൽ ലേഖനം എഴുതി അദ്ദേഹം. എന്താണ് ആ ലേഖനത്തിലുള്ള കാര്യങ്ങള്? KC അബ്ദുള്ള മൗലവിയുമായുള്ള സുഹൃത്ത് ബന്ധം തുടങ്ങുന്നത് 40 കൊൽക്കൊടുവിലാണ്. 1940 മുതൽ മർക്കസിന്റെ പ്രസിഡന്റിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ബന്ധമുണ്ടായിരുന്നു. ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് എഴുതി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല സാരഥിയായ VP മുഹമ്മദ് ഹാജി അക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ പതിവ് സന്ദർശകനായിരുന്നു. ഇങ്ങനെ എഴുതിയിട്ട് നോക്കി നിങ്ങൾ, കോഴിക്കോട്ട് എത്തിയാൽ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലാണ് ക്യാമ്പ് ചെയ്യുക.
ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കോഴിക്കോട് വന്നാലും മർക്കസിന്റെ പ്രസിഡന്റിന്റെ വീട്ടിലാണ് ക്യാമ്പ് ചെയ്യുക. പോകുമ്പോ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്ന് കേറിയിട്ട് അരക്ലാസ് വെള്ളം കുടിച്ചു പോകുന്നല്ല പറഞ്ഞത്, ക്യാമ്പ് ചെയ്തിട്ട് അവിടെ കൂടുമായിരുന്നു. മാത്രമല്ല ഭക്ഷണവും താമസവും ഒക്കെ ഇവിടെ തന്നെയാണ്. തങ്ങളുടെ വീട്ടിലെ ഒരു അംഗം പോലെയായിരുന്നു അദ്ദേഹം എന്ന് തുടങ്ങുന്ന ഈ KC അബ്ദുള്ള മൗലവി മരണപ്പെട്ടപ്പോൾ അതിന് സങ്കടവും വിഷമവും എഴുതി പ്രബോധനത്തിൽ ലേഖനം എഴുതിയവരവരാണ്. ഇന്നുവരെ അതിന് അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ മുഴുവനും അടിയറവ് വെച്ച കുവൈത്ത് കരാറിനെ സംബന്ധിച്ച് നമ്മുടെ നാടുകളിലൊക്കെ വലിയ ചർച്ച നടന്നതാണ്. ആ കുവൈത്ത് കരാറിൽ ബിദ്അത്തുകാരോടുകൂടെ ഒന്നിച്ച് വേദി പങ്കിട്ടത് സമസ്തക്കെതിരെ ബിദ്അത്ത് ആരോപിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. മാത്രമല്ല മുജാഹിദിന്റെ നേതാവായ ഹുസൈൻ മടവൂരിനോടുകൂടെ ഒന്നിച്ചൊരു വേദിയിൽ പങ്കെടുക്കാൻ പോകുന്നത് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സോളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി ജനാബ് മുഹമ്മദ് സാഹിബിനോടുകൂടെ ഒന്നിച്ച് വേദി പങ്കിടുന്നതും സൗഹൃദം നിലനിർത്തുന്നതും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. മാത്രമല്ല സൗദിയിലെ അറിയപ്പെടുന്ന വഖാബി നേതാവും ഹറമിലെ ഇമാമുമായ സുദൈസ് അബ്ദുറഹ്മാൻ സുദൈസ് എന്ന് പറയുന്ന അദ്ദേഹവുമായി ഒന്നിട്ട് വേദി പങ്കിട്ട് സൗഹൃദം പുലർത്തുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന വഖാബി ഡോക്ടർ സാക്കിർ നായികിനോടുകൂടെ ഒന്നിച്ച് വേദി പങ്കിടുന്നത് മർക്കസിന്റെ മാനേജറും കാന്തപുരത്തിന്റെ മരുമകനുമായ സി ഫൈസിയാണ്. ഇങ്ങനെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സമസ്തക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ അതേ ആരോപണത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ പിന്നീട് നിൽക്കുന്ന രംഗം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുകൂടെ ഒന്നിച്ച് വേദി പങ്കിടുകയും ഇന്ദിരാഗാന്ധിയുടെ പുറത്ത് കൈവച്ചുകൊണ്ടുള്ള തങ്ങൾ ഉള്ളാൾ ദർഗയിൽ നിൽക്കുന്ന ഫോട്ടോയാണ് ആ കാണുന്നത്. ഇന്ദിരാഗാന്ധിയുടെ പുറത്ത് കൈവച്ചിട്ടാണ് ഉള്ളാൾ തങ്ങൾ നിൽക്കുന്നത്. നമ്മളാരും അന്ന് വിമർശിച്ചിരുന്നില്ല. പക്ഷേ സമസ്തക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ചവർ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. മാത്രമല്ല ഖലീൽ തങ്ങൾ മറുഭാഗത്തിന്റെ വലിയ നേതാവാണല്ലോ ഖലീൽ തങ്ങൾ. അദ്ദേഹം നോക്കൂ നിങ്ങൾ, സ്ത്രീകളോടുകൂടെ ഒന്നിച്ച് വേദി പങ്കിടുന്നു. യാതൊരു പ്രശ്നങ്ങളും അവർക്കുള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല. ഇനി നോക്കൂ നിങ്ങൾ, മറുഭാഗത്തിലെ വലിയ പ്രഭാഷകരായ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി CPM നടത്തിയ മനുഷ്യച്ചങ്ങൽ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു ഉളുപ്പോയാൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, സമസ്തക്ക് ആദർശ വ്യതിയാനമുണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോയവർ ഇന്ന് എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു സാഹചര്യം. രണ്ടാമത് അവർ ആരോപിച്ചിരുന്നത് സമസ്തക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നായിരുന്നു. അന്നൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സുബ്ഹാനല്ലാഹ് പ്രസംഗിച്ചിരുന്ന പ്രസംഗം, ഞമ്മക്ക് രാഷ്ട്രീയം വേണ്ട, ഞമ്മക്ക് LDF വേണ്ട, ഇടതുപക്ഷം വേണ്ട, വലതുപക്ഷം വേണ്ട, ഞമ്മക്ക് അല്ലാഹു മതി എന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ഒരു കാലം അതൊക്കെ പോയി ധരിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിൽ അവർ പറഞ്ഞത് എന്താ? അവർക്ക് പുതിയൊരു സംഘടനയുണ്ട്, കേരള മുസ്ലിം ജമാഅത്ത്. ആ കേരള മുസ്ലിം ജമാഅത്തിനെ രാഷ്ട്രീയ പാർട്ടിയാക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അവര് എന്നാണ് ഈ കഴിഞ്ഞ പ്രസംഗത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോ സമസ്തയുടെ നേതാക്കന്മാരുടെ കറാമത്ത്, സമസ്തയുടെ ശക്തിയും സമസ്തയുടെ വലിപ്പവും നമുക്ക് ബോധ്യപ്പെടുകയാണ്. പഴയ കാലത്ത് പേരോടിന്റെ പ്രസംഗം നിങ്ങളൊന്ന് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളൊന്ന് കേൾക്കി, എന്നിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അല്ലാഹനെ മുറുകെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അള്ളയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SYS-ന്റെ പ്രവർത്തകരെ, SSF-ന്റെ പ്രവർത്തകരെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല. ഇത് അദ്ദേഹത്തിന്റെ ഖദീമായ ഖൗലാണ്. ഇമാമിയങ്ങൾക്കിടയിൽ അങ്ങനെ ഖദീമായ ഖൗല്, ജദീദായ ഖൗല് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പഴയ പ്രസംഗമാണ്, നമുക്ക് രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട, രാഷ്ട്രീയക്കാര് അവരുടെ പണി നോക്കി പോകട്ടെ. അതന്നെ നമ്മളും പറയണത്. രാഷ്ട്രീയക്കാരെ പോലെ പണിയെടുക്കട്ടെ, പണ്ഡിതന്മാരവരുടെ പണിയെടുക്കട്ടെ, മൂല്യാക്കന്മാരെ പണിയെടുക്കട്ടെ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്, അത് അവർ നിർവഹിക്കണം. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുബ്ഹാനല്ലാഹ് കാസർകോട്ടുകാർക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, തരം താഴ്ന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രവർത്തനമാണ് സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ കേരളം മുഴുവനും നടത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, മണ്ണാർക്കാടൊക്കെ ഞാൻ വിശദീകരിക്കണില്ല.
മണ്ണാർക്കാടും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ബഹുമാനപ്പെട്ട അവിടുത്തെ MLA ആയ ശംസുദ്ദീൻ സാഹിബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സ്ഥാപനങ്ങൾക്ക് പോലും ലീവ് കൊടുത്തത് അനുഭവത്തിൽ നമ്മൾക്ക് പറയാൻ സാധിക്കും. സ്ഥാപനങ്ങൾക്ക് പോലും ലീവ് മൂല്യരട്ടിയാളെ മുഴുവനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറക്കി. പണ്ട് പ്രസംഗിച്ച് നമ്മൾക്ക് മോനെ തലക്കെന്ന് വരട്ടെ, നമുക്ക് രാഷ്ട്രീയം വേണ്ട, നമുക്ക് ഇടതും വേണ്ട, നമുക്ക് വലതും വേണ്ട. പറയട്ടെ അദ്ദേഹം, നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അല്ലാഹനെ മുറുകെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അള്ളയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SYS-ന്റെ പ്രവർത്തകരെ, SSF-ന്റെ പ്രവർത്തകരെ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം, സജീവമായ പ്രവർത്തകരാകണം. ഇങ്ങനെയുള്ള പ്രസംഗമൊക്കെ നടത്തിയിട്ട്, ഇങ്ങനെ തരിപ്പിക്കുന്ന പ്രസംഗമൊക്കെ നടത്തിയിട്ട് പാവങ്ങളായ ആളുകൾ ഇതാണ് ഹക്ക് എന്ന് മനസ്സിലാക്കി പിന്നാലെ കൂടി. കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞു, ഇങ്ങനെ പോയാൽ കേരള മുസ്ലിം ജമാഅത്തിനെ രാഷ്ട്രീയ പാർട്ടിയാക്കും. എന്തിനാ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയത്? എന്തിനാണ് കേരളത്തിന്റെ മണ്ണിലെ സംഘടന? ഇഷ്ടംപോലെ സംഘടനയില്ലേ എല്ലാവർക്കും? എന്നാലും കേരള മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ കേരളത്തിലെ മഹല്ലുകളിൽ ശുദ്ധീകരണ പ്രവർത്തനം നടത്താനും മഹല്ലുകളെ കയ്യേറാനും വേണ്ടിയിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങൾ അതുകൊണ്ട് മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കേരള മുസ്ലിം ജമാഅത്ത് സമസ്തയെ അടിക്കാനുള്ളൊരു പുതിയ വടിയായിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് മറുഭാഗത്തിന്റെ പ്രമുഖനായ നേതാവും അവരുടെ മുഷാബറായുടെ പ്രമുഖനായ സാരഥിയുമായ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറയുന്നു, ഇങ്ങനെ പോയാൽ ഈ സംഘടന നമ്മൾ രാഷ്ട്രീയ പാർട്ടി ആക്കേണ്ടി വരും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കണം. പറയട്ടെ അദ്ദേഹം. നമ്മുടെ പണ്ഡിതന്മാരെ ചെറുതായി കാണാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. മറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ എത്ര വലുതായാൽ പോലും അവരെ പുറം ലോകത്തെത്തിക്കാനുള്ള ഒരു വഴി നമുക്കില്ല എന്നത് വസ്തുതയാണ്. ഇവിടെയാണ് ഖമറുൽ ഉലമ എന്ന് നമ്മളൊക്കെ അറിഞ്ഞിട്ടും എന്തേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറെ ഉസ്താദുമാർ ഖമറുൽ ഉലമ എന്ന് മാത്രം പോരാ, സുൽത്താനുൽ ഉലമ എന്ന് കൂടി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് എന്ന അർത്ഥം എനിക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. അതെ, ഏതാശയവും ശക്തമായി ഒരു സ്ഥലത്ത് അതിന് വേറുറക്കണമെങ്കിൽ ശക്തമായൊരു സപ്പോർട്ട് വേണം. രാഷ്ട്രീയം നമ്മുടെ കൈവശമില്ല. ഈ പറഞ്ഞ എല്ലാവിധ ശാസ്ത്ര നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആ രൂപത്തിൽ മുന്നേറണമെങ്കിൽ ഭരണം വേണം. കണ്ടോങ്ങള് ഇപ്പൊ പറയേണ്ടി വന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾക്ക് ഭരണം വേണം, രാഷ്ട്രീയ സപ്പോർട്ട് വേണം. കാലം കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ബോധം വന്നു. അവരൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടാ പിന്നെ കൂർക്കം വലിക്കുന്നത്. ഉറങ്ങുമ്പോ കൂർക്കം വലിക്കുമ്പോഴേ അതിന് സുഖം ഉണ്ടാവുള്ളൂ. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാഷ്ട്രീയമായി ബന്ധപ്പെടുന്നു എന്നെന്ന് ആരോപിച്ചവർ ഇന്ന് പറയുന്നു രാഷ്ട്രീയമായ സപ്പോർട്ട് വേണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. എന്നിട്ട് ഭരണം വേണം. മുസ്ലിം ലീഗ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ? ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് മുസ്ലിം ലീഗിനോട് നമ്മുടെ പദ്ധതി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ? ചർച്ച ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു പകരം സംവിധാനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം ജമാഅത്തിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറ്റേണ്ടി വരുമോ എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും എന്നൊരു പക്ഷേ സൂചന നൽകേണ്ടത് ആവശ്യമാണ്. കണ്ടോങ്ങള്, കേരള മുസ്ലിം ജമാഅത്തിനെ രാഷ്ട്രീയ പാർട്ടിയാക്കുമെന്നതിനെ സംബന്ധിച്ചൊരു സൂചനയാണ് തൃശ്ശൂരിലെ സമ്മേളനം. അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും കൂട്ടി ഒരുമിച്ച് നിർത്തി വായിച്ചു നോക്കുമ്പോൾ ഈ മഹിതമായ സംഘടന മുന്നോട്ട് വെച്ച ആദർശത്തിൽ നിന്ന് അതിവേഗം ബഹുദൂരം പിന്നോട്ട് ഇവര് സഞ്ചരിച്ചിട്ടുണ്ട്. ആദർശമില്ല, ആദർശം പറയാൻ ആളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിലെ സംസ്ഥാന കമ്മിറ്റിയുടെ ആദർശ വിങ്ങാണ് ഇസ്തിഖാമ എന്ന് പറയുന്നത്. ഇസ്തിഖാമയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും സജീവമായി ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും മറുപടികളും സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇഷ്ടം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒമാനിലും മസ്കറ്റ് അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നാടുകളിൽ
ഇസ്തിഖാമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിനെ പോലെ, അതുപോലെ തന്നെ മുസ്തഫ അഷ്റഫി അക്ബറിയെ പോലെയുള്ളവർ പര്യടനം നടത്തുകയും 8ഓളം മുഖാമുഖങ്ങൾക്ക് ഈ പറയപ്പെട്ട നാടുകളിൽ നേതൃത്വം നൽകുകയും ചെയ്ത് തിരിച്ചു പോന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള സുന്ദരമായ ഒരവസ്ഥയിലേക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ആദർശപരമായ പാപ്പരത്വത്തിന്റെ പടുകുടിയിലാണ് സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണക്കാർ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് കോലും ചേലും രൂപവും ഭാവവും പ്രസംഗത്തിന്റെ ശൈലിയും ഇതല്ലല്ലോ നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. നമ്മുടെ വിശ്വാസം നന്നാവണം, നമ്മുടെ കർമ്മവും നന്നാവണം. ഇത് രണ്ടും നന്നാവലോടുകൂടെ ഇതൊക്കെ പടച്ചോൻ കബൂലാക്കണമെങ്കിൽ ഗുരുവര്യരുടെ, മാതാപിതാക്കളുടെ പരിപൂർണ തൃപ്തിയോടുകൂടെയുള്ള കുരുത്തവും പൊരുത്തവും നമുക്ക് ആവശ്യമാണ്. അതുകൂടി ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. സമസ്തയിൽ നിന്ന് മാറിപ്പോയതിന്റെ ശേഷം ഈ കാലയളവിൽ സാധാരണക്കാരായ ആളുകളെ പറ്റും കളവ് പറഞ്ഞും വ്യാപക തട്ടിപ്പുകൾ ഇവർ നടത്തി. ഈ തട്ടിപ്പുകളെ സംബന്ധിച്ച് നമ്മൾക്ക് ചെറിയൊരു ധാരണ വേണം. ഞാനതൊക്കെ ഒരുപാട് സമയം ഉപയോഗിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങളിലും ആദർശങ്ങളിൽ നിന്ന് പലപ്പോഴും സമസ്തക്ക് കൂടെ പ്രവർത്തിച്ചും എതിർ പ്രവർത്തിച്ചു കൊണ്ടുനിന്ന സാക്ഷാൽ മുസ്തഫൽ ഫൈസി, കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാരി നാളിതുവരെ ചെയ്ത തട്ടിപ്പുകളെ സംബന്ധിച്ച് അദ്ദേഹം മൊത്തത്തിൽ ചെറിയൊരു സൂചന നൽകുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ എവിടെ നിൽക്കുന്നു എന്നറിയാനും ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. മുസ്തഫൽ ഫൈസി ആ വിഷയങ്ങളൊന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹം മത്തിനും ഞാൻ ശറഹുമായി കുറച്ചേരം ആ വിഷയങ്ങളൊന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ 6 പേർ ഇവിടെ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് സംഗതികൾ ഒപ്പിച്ചു. 6 പേർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്തയിൽ നിന്ന് മാറിപ്പോയ 6 പേർ. 40 മുശാവറ അംഗങ്ങളിൽ നിന്ന് 6 പേർ മാറിപ്പോയി. 34 ആളുകളെ ധിക്കരിച്ച് 6 പേർ മാറിപ്പോയിട്ട് സംഘടന ഉണ്ടാക്കി. ശേഷം ഈ കേരളത്തിന്റെ മണ്ണിൽ അവർ ചെയ്തിട്ടുള്ള തട്ടിപ്പുകളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏറ്റവും ആദ്യം അമാനത്ത് ട്രസ്റ്റായിരുന്നു. കണ്ടമാന ആളുകളിൽ നിന്ന് കോടാനുകോടി രൂപ പിരിച്ച് പറമ്പ് കച്ചവടം. അങ്ങനെ അവരുദ്ദേശിച്ച പണമല്ല ആയപ്പോ അതിന്റെ പ്രധാന നടത്തിപ്പുകാര് ഭ്രാന്ത് നടിച്ചു. അമാനത്ത് ട്രസ്റ്റ് എന്ന പേരിൽ ഒരു പരിപാടി തുടങ്ങി. ഇവര് ഒരുപാട് ആളുകളിൽ നിന്ന് ആയിരക്കണക്കിന് ഉറുപ്പിക വാങ്ങി, ഷെയർ വാങ്ങി, പറമ്പ് കച്ചവടം നടത്തി. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം ഷെയർ കൂടിയവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് പല സ്ഥലത്തും സ്ഥലങ്ങളൊക്കെ വാങ്ങി. ഷെയർ കൂടിയവർ അതിന്റെ വിഹിതം ചോദിച്ചപ്പോൾ ഇതിന്റെ നേതൃത്വം കൊടുത്ത ആള് ഭ്രാന്ത് നടിച്ചു. അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ. നമുക്ക് കാര്യങ്ങൾ പറയുന്നിടത്തുനിന്ന് വളച്ചു കെട്ടൊന്നുമില്ല. കാരണം സത്യം പോലെ പറയാൻ നമുക്ക് യാതൊരു മടിയില്ല. അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ ഭ്രാന്ത് നടിച്ചു. ഭ്രാന്തന്മാരോട് പിന്നെ പോയി കണക്ക് ചോദിക്കണോനും ഭ്രാന്ത് എന്നല്ലാതെ എല്ലാവരും അതാണ് ഒഴിവാക്കി. എന്നിട്ട് അങ്ങനെ ആ കാശ് വിട്ടവരൊക്കെ അവരൊക്കെ ആ വിഷയത്തിൽ പരാജയപ്പെട്ട് കാശ് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഒരു നയാ പൈസ പോലും കിട്ടിയില്ല. പിന്നീട് വന്നത് ക്രസന്റ് സിമന്റാണ്. അങ്ങനെ ആ തട്ടിപ്പ് ഇന്നും കേരളത്തിൽ നിലനിൽക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ വിഹിതം പലർക്കും കൊടുക്കാനുണ്ട്. ഇതൊരു ബിസിനസ് ലേബിളിന്റെ പേരിലല്ല, സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്നവർ ചെയ്തു കൂട്ടിയതാണ്. രണ്ടാം അവർ ചെയ്തത് അതിലേറെ വലിയ തട്ടിപ്പ്. ക്രസന്റ് സിമന്റ് ഫാക്ടറി ഉണ്ടാക്കുന്നു എന്ന പേരിൽ സുന്നികൾക്ക് സുന്നി സിമന്റ് എന്നാണ് അന്ന് അവർ പരസ്യം കൊടുത്തിരുന്നത്. സുന്നി പ്രവർത്തകന്മാരുടെ മുഴുവൻ വീടുമനും സുന്നി സിമന്റ് തേക്കും. അങ്ങനെ കുറെ SSFകാര് പണക്കെ സ്വരൂപിച്ച് വീട് തേക്കാതെ കാത്തു നിന്നു. കാരണം സുന്നി സിമന്റ് വരും, ഇനിയിപ്പോ സിമന്റ് മാത്രം ഇനി മറ്റേതാകണ്ട, അതുകൂടി സുന്നി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് കാത്തു നിന്നു. എന്തുണ്ടായി പറയട്ടെ. നമുക്കറിയാം, തമിഴ്നാടുമല്ല കേരളവുമല്ല, ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു അയറാഫിൽ രണ്ടിന്റെ നിയമങ്ങളെയും വെട്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ക്രസന്റ് സിമന്റ് ഫാക്ടറി. അതിലും ഒരുപാട് കാശി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് വന്നു. ഇതാ നിങ്ങളെ പള്ളിക്ക് പ്രത്യേക കൺസെഷൻ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫാക്ടറി ഉണ്ടാക്കി. കുറച്ചു കാലം കഴിഞ്ഞ് വിചാരിച്ച സംഖ്യ നേടിയപ്പോ അത് പൊളിഞ്ഞു. അതും പൊളിഞ്ഞു എന്നല്ല, അത് മുക്കി എന്ന് വേണം പറയാൻ.
കോടിക്കണക്കിന് ഉറുപ്പിക അതിന്റെ പേരിൽ പലർക്കും ഇന്നും കൊടുക്കാനുണ്ട്. പടപ്പുകളോട് കണക്ക് പറഞ്ഞില്ലെങ്കിൽ പടച്ചോനോട് പറയണ്ടേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാത്വികന്മാരായ പണ്ഡിതന്മാർക്ക് പിഴച്ചു എന്ന് പറഞ്ഞ് മാറിപ്പോയവർ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. 2 തട്ടിപ്പ് ഇന്നും നിലനിൽക്കുന്നു. അടുത്തത് പിന്നീട് വന്ന് ഡെന്റൽ മെഡിക്കൽ കോളേജ്. മൂന്നാമത്തത് കേരളത്തിലെ ഡെന്റൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. കേരളത്തിലെ നശിച്ചുപോയ മുഴുവൻ ആളുകളുടെ പല്ലുകൾ ഞങ്ങൾ നന്നാക്കി കൊടുക്കാം, കോന്ത്രാ പല്ലുകളൊക്കെ ഞങ്ങൾ നന്നാക്കി കൊടുക്കാന്ന് പറഞ്ഞ് SSF-കാരൊക്കെ അത് വന്നിട്ട് പല്ല് നന്നാക്കാന്ന് കരുതി കുറെ നാൾ കാത്തുന്നു. എല്ലാരെ പല്ലും പൂഴ്ത്തരിച്ചാണ്ട് പോയി എന്നല്ലാതെ ആ കോളേജ് ദുന്യാവിൽ വന്നിട്ടില്ല. എന്നിട്ട് പല്ല് സുന്നികളുടെ എല്ലാവരുടെയും പല്ല് നന്നാക്കാൻ ഉള്ള ഒരു പരിപാടി അതും മുങ്ങി. അങ്ങനെ അതും മുങ്ങി. ഇതൊക്കെ സമുദായത്തിന്റെ പണം കൊണ്ട് അവരത് മുക്കി. ഇന്നും അതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് വിഹിതം കൊടുക്കാനുണ്ട്. നയാ പൈസക്ക് പടച്ചോന്റെ മുമ്പിൽ മറുപടി പറയണം എന്ന് വയലു പറയുന്ന ആളുകളുടെ ഇന്നത്തെ സാഹചര്യമാണിത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. അടുത്തത് പിന്നെ 92-ൽ കുവൈത്ത് കരാർ വന്നു. അത് പണം പിരിക്കാനുള്ള സംവിധാനം തന്നെയായിരുന്നു എന്നാണ് അതിൽ പങ്കെടുത്ത ആളാണ് ഇദ്ദേഹം. വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു അതും പണമുണ്ടാക്കാനുള്ള മാർഗമായിരുന്നു. ബിദ്അത്തുകാരായാലും ജമാഅത്തുകാരായാലും മുജാഹിദായാലും തബ്ലീഗുകാരനായാലും പണം ആരിൽ നിന്ന് കിട്ടിയാലും സ്വീകാര്യമാണ് എന്ന നിലക്ക് ഈ കുവൈത്ത് കരാറുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ പണയം വെക്കുന്ന സാഹചര്യം പണത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയെന്നാണ് അതിൽ പങ്കെടുത്ത മുസ്തഫ ഫൈസി പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന് അതിന്റെ 1ാമത്തെ കരാർ മുതൽക്ക് അവസാനത്തെ കരാർ വരെ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമല്ലാത്തതാണ്. പിന്നീട് വന്ന് അബ്ദുന്നൂർ പ്രസ്ഥാനം. കുറ്റിപ്പുറത്ത് അബ്ദുന്നൂർ, കാന്തപുരത്തിന്റെ വലങ്കയായിരുന്ന അബ്ദുന്നൂർ സഖാഫി, അദ്ദേഹം ലക്ഷക്കണക്കിന് ഉറുപ്പിക പലരിൽ നിന്ന് പിടിച്ചു കോടിക്കണക്കിന് ഉറുപ്പികയുടെ തട്ടിപ്പ് നടത്തി. 1,00,000 ഉറുപ്പിക കൊടുത്താൽ ഒരു മാസത്തിൽ 5,000 കൊടുക്കാന്ന് പറഞ്ഞ് പാവപ്പെട്ട മുഅല്ലിംകളെയും മുതഅല്ലിംകളെയും ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോയി. ഇന്നും ലക്ഷോപലക്ഷം ആളുകൾക്ക് ഉറുപ്പിക കൊടുക്കാൻ അവിടെ കിടക്കുകയാണ്. ഇവർക്ക് ആദർശം പറയാൻ എന്തധികാരം? ഇവർക്ക് ഉസ്താദുമാരെ കുറ്റം പറയാൻ എന്തധികാരം? ഞങ്ങളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാൻ എന്ത് ധാർമ്മികമായ അവകാശമാണ് അവർക്കുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? എന്നിട്ട് ഓരോന്നോരോന്ന് കഴിയുമ്പോൾ ജനങ്ങളത് മറക്കുകയാണ്. അതാണ് അതിന്റെ സത്യം. ഓരോന്നോരോന്ന് വരുമ്പോൾ മുമ്പത്തത് ജനങ്ങളെ മറക്കാൻ അങ്ങനത്തെ ഒരു അനുയായികളെ കിട്ടി എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ അബ്ദുന്നൂർ പ്രസ്ഥാനം വന്ന് 1,00,000 കൊടുത്താൽ 5,000 രൂപ റെഡി. അങ്ങനെ ഇഷ്ടം പോലെ പണമായി. ഇപ്പൊ ഓരോ കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് മൊബൈൽ സംവിധാനമാണ്. പുതിയ പുതിയ കാർഡ്. അങ്ങനെ എത്ര കോടാനുകോടി രൂപ പിരിച്ചു. അവസാനം അവർ വിചാരിച്ച പരിപാടികളൊക്കെ ഇനി ഇതുമായി മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടപ്പോൾ അന്നത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് കുറച്ച് കള്ളനോട്ടുകളെല്ലാം പോലീസിന്റെ കയ്യിൽ കൊടുത്ത് ഇതൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു. നല്ല നോട്ടുമായി അവർ പോയി. ഇപ്പൊ അതിന് നേതൃത്വം നൽകിയ ആള് അബുദാബി ഷെയ്ഖ് സായിദ് പാലസിൽ, രാജാവിന്റെ പാലസിൽ അവിടെ സുഖമായി ഫാമിലി ചെയ്ത് ജീവിക്കാൻ. ഇദ്ദേഹം പ്രസംഗം നടത്തുന്ന സമയത്തുള്ള വിവരമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് അദ്ദേഹം കസ്റ്റഡിയിലാണുള്ളത്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് പാലസിലാകുമ്പോൾ പോലീസോ ഇന്റലിജൻസോ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂല. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അത് ജനങ്ങൾ ഇങ്ങനെ മറന്നു വരികയാണ്. അപ്പോഴാണ് മുടി. അങ്ങനെ ആ തട്ടിപ്പുകളൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് പുണ്യപ്രവാചകരുടെ പേരിൽ മുടി കച്ചവടത്തിന് വേണ്ടി അയാൾ രംഗപ്രവേശനം നടത്തിയത്. ഇതൊക്കെ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കും. ഇങ്ങനെയുള്ള ആരോപണം ആരോപണം സമസ്തയുടെ നാളിതുവരെയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ആരോപിക്കാനോ അതല്ലെങ്കിൽ ആ നിലക്കുള്ള എന്തെങ്കിലും സാമ്യമായതോ പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. കാരണം ഇത് ഇലാഹിയായ പ്രസ്ഥാനാണ്. ഇലാഹിയായ പ്രസ്ഥാനം. പുണ്യപ്രവാചകരുടെ പേരിൽ മുടി കൊണ്ടുവന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നതൊക്കെ നമുക്ക് വളരെ വിശദമായി അറിയാവുന്നതാണ്. അതിന്റെ പേരിൽ അത് സൂക്ഷിക്കാൻ എന്ന പേരിൽ ഷാരെ മുബാറക്ക് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചു. ഇപ്പൊ ചോദിക്കുന്നു പള്ളി എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ചോദിച്ചാൽ കാസർഗോഡ് ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടുക, കാസർഗോഡ് നിന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തും ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടുക.
സെൻട്രലിൽ നിന്ന് മലപ്പുറത്തുനിന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് ചൂണ്ടിക്കാട്ടുക. ഈ നിലക്ക് മറുപടി പറയാൻ കഴിയാതെ വട്ടം കറങ്ങുമ്പോഴാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രക്കാർ ഇദ്ദേഹത്തെ പിടികൂടി. കാന്തപുരത്ത് പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ പുതിയ പദ്ധതി എന്താണ്? അദ്ദേഹം പറഞ്ഞു, നോളജ് സിറ്റിയുമായി മുന്നോട്ട് പോവാൻ. അപ്പൊ ആ നോളജ് സിറ്റിയിൽ പള്ളി, ഷാരെ മുബാറക്ക് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ, അതെന്തായി? അങ്ങനത്തെ പള്ളി ഞങ്ങൾ അതിലുണ്ടാക്കുന്നില്ല. പച്ച മലയാളത്തിൽ അയാളെ പറയുന്നത് കേൾക്കിങ്ങള് പറയുകയും ചെയ്യും. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം, പള്ളിയുടെ പ്രവർത്തനം ഇതിൽ നടക്കുന്നുണ്ടോ? കാരണം നോളജ് സിറ്റിയുടെ ആ നല്ല കളർഫുള്ളായ ഫോട്ടോയുടെ സെന്ററിൽ നല്ല സുന്ദരമായ ഒരു പള്ളിയുടെ ഫോട്ടോ, താജ്മഹലിനെ അനുസ്മരിപ്പിക്കുന്ന പള്ളിയുടെ ഫോട്ടോ, അതായിരുന്നു വ്യാപകത. കണ്ടോക്കി നിങ്ങൾ, വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് 20, 30, 40 കണ്ടോങ്ങള്, 20, 30, 40, 50 നിലകളുള്ള ബിൽഡിങ്ങിന്റെ സെൻട്രലിൽ സുന്ദരമായ ഒരു പള്ളി. ഇതായിരുന്നു അവരടിച്ചിറക്കുന്ന ഫ്ലക്സുകളിൽ ഉണ്ടായിരുന്നത്, അവരടിച്ചിറക്കിയ നോട്ടീസുകളിൽ ഉണ്ടായിരുന്നത്, റെസീറ്റുകളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് പത്രക്കാരൻ ചോദിച്ചത്, ആ പള്ളിയുടെ പ്രവർത്തനം അതിൽ നടക്കുന്നുണ്ടോ? ആ ചോദ്യവും അതിന്റെ മറുപടിയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. ഇയാളെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ കൂട്ടത്തിൽ പള്ളിയില്ല. എന്നാ അതിന്റെ പേരിലല്ലേ അതിന് പണം പിരിച്ചത്? ആ ഭാഗം ഒന്നുകൂടി കേൾക്കട്ടെ. മാന്യമായി ചിന്തിക്കുന്നവർ നിഷ്പക്ഷമായി ആലോചിക്കേണ്ട വിഷയമാണിത്. ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. ആ കൂട്ടത്തിൽ പള്ളിയില്ല, പിന്നെ പള്ളി ഞങ്ങൾ കോഴിക്കോട് വേറുണ്ടാക്കും. നിങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ കളവ് പറയാൻ പറ്റുമോ? മഹാപാതകമല്ലേ? അള്ളാഹു ഇതിനെ പറ്റി ചോദ്യം ചെയ്യൂലേ? നമ്മളാരുടെ മനസ്സിൽ നിന്ന് ആ നോട്ടീസും ആ പ്രയോഗം മാറിയിട്ടില്ല. തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്നൊരു ഹെഡ്ലൈനിലായിരുന്നു വ്യാപകമായ പ്രചരണം. ഇപ്പൊ അതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ യാതൊരു മറുപടി ഇല്ല. പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞതുപോലെ ഒരു മറുപടി ഇല്ല. കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ ചെയ്തു. കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിൻ്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഉടനെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അപേക്ഷ സ്വീകരിച്ചാൽ പണി തുടങ്ങും. പ്രവർത്തകന്മാരുടെ പ്രസംഗത്തിലുള്ളത് എന്താണ്? പണി തീരാനായിട്ടുണ്ട്, അത് എവിടെയെന്ന് ഞങ്ങൾ പറയില്ല. ലൗഹുൽ മഹ്ഫൂദിലായിരിക്കാം, കാരണം ഔലിയാക്കന്മാർക്ക് അതിനൊക്കെ കഴിയുമല്ലോ. സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അടുത്ത ചോദ്യം അദ്ദേഹത്തോട്, അങ്ങനെ പള്ളി വന്നാൽ അത് പ്രവാചകന്റെ മുടി എന്ന പദ്ധതിയിലേക്ക് തന്നെ അല്ലേ? കാരണം ഷാരെ മുബാറക്ക് എന്നാണല്ലോ പള്ളിന്റെ പേര്, മുടി സൂക്ഷിക്കാനാണല്ലോ. ആ പദ്ധതിയിലേക്ക് തന്നെയല്ലേ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഉരുണ്ട് പറയാൻ. ചോദ്യം ആ മറുപടി ഒന്നുകൂടി വരട്ടെ. ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല പിന്നെ ആസാറ് എന്ന് പറയുക. അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അയാൾ ഇങ്ങനെ ഉരുണ്ടു പറഞ്ഞു, ആ മുടി വെക്കണ പള്ളി എന്നല്ലേ ഉണ്ടാക്കണെന്നാ ചോദിക്കണത്. അതേ എന്ന് പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കുറേ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ മസ്ജിദിൽ ആസാറാണ് ഉണ്ടാക്കണത്. അവ ചോദ്യം ചോദിക്കുന്ന ആള് വിട്ടില്ല. ആ ആസാറിൽ എന്തൊക്കെയുണ്ടെന്ന് അവന് അടുത്ത ചോദ്യം. ആ ഭാഗം ഒന്നും വരട്ടെ. ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല പിന്നെ ആസാറ് എന്ന് പറയുക അറബിയിൽ. ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. ചട്ടി, കുപ്പായുണ്ട്, കൈക്കോട്ടുണ്ട്, പലതും ഉണ്ട്.
വെറും മുടി മാത്രമല്ല, നോക്കി നിങ്ങൾ ഒരു മനുഷ്യനക്ക് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞത്. പുണ്യപ്രവാചകയുടെ മുടി മാത്രമല്ല, പലതുണ്ട്. അതുകൊണ്ടാണ് മാന്യമായി നമ്മൾ ചോദിച്ചത്, ഇതിന്റെ രേഖ എന്താണ്? ഒരാൾ നാളെ വരികയാണ് ഒരു വടിയേറ്റത്, മൂസാ നബിന്റെ വടിയാണ്. ഒരാള് സപ്പോസ് അങ്ങനെ സങ്കല്പിക്കുക, ഒരു കുണ്ടംപടിയേറ്റ് വന്നിട്ട് ഇത് മൂസാ നബിന്റെ വടിയാണ്. നമ്മൾ ചോദിക്കൂല, സുഹൃത്തെ ഇത് മൂസാ നബിന്റെ വടിയാണ് എന്നതിന് എന്താണ് തെളിവ്? ഇത് മൂസാ നബിന്റെ വടിയാണ് എന്നതിന് എന്താണ് തെളിവ് നമ്മൾ ചോദിക്കൂലേ? അപ്പൊ അയാള് പറയാണ്, അതൊന്നും നിങ്ങൾ അറിയണ്ട, അതൊന്നും ഞാൻ പറയില്ല, ഇത് മൂസാ നബിന്റെ വടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ പറയാണ് മുടി മാത്രമല്ല വേറെ പലതും ഞങ്ങളുടെ കൈകളിലുണ്ട് എന്നിട്ട്. അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. അപ്പോ ഇത് സൂക്ഷിക്കുന്നത് പള്ളിയിലല്ല, പള്ളിയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ കെട്ടിടത്തിലായിരിക്കും. എന്നാൽ 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേ മനുഷ്യൻ കാന്തപുരത്തോട് നടത്തിയ അഭിമുഖത്തിൽ അന്ന് ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ മുടി എവിടെ വെക്കും? അപ്പൊ പറഞ്ഞു, നോളജ് സിറ്റിയിലുള്ള ഷാരെ മുബാറക്ക് പള്ളിയിൽ വെക്കും. 5 കൊല്ലത്തിന് ശേഷം ഇയാൾ വീണ്ടും ചോദിച്ചു, ആ മുടി നിങ്ങൾ എവിടെ വെക്കും? അപ്പൊ പള്ളിയോടനുബന്ധിച്ചുള്ള മറ്റൊരു കെട്ടിടത്തിൽ വെക്കും. ഈ 2 മറുപടിയോടും കേട്ടിട്ട് അയാൾ അന്തം വിട്ടിരിക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറയാമോ? അയാൾ അന്തം വിട്ടിരിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നാ പോകട്ടെ, അതിനെ സംബന്ധിച്ച് യാതൊന്നുമില്ല. ഈ തട്ടിപ്പോൾ അവിടെ കിടക്കാൻ. അങ്ങനെയാണ് പ്രവാചകർ വെള്ളം കുടിച്ച പാത്രമാണെന്ന് പറഞ്ഞ് ഒരു പാത്രവുമായിട്ട് വന്നു. ഇന്നതിനെ സംബന്ധിച്ച് പറയാറില്ല. സുബ്ഹാനല്ലാഹ്, കോഴിക്കോട് കടപ്പുറത്ത് വലിയ ആഘോഷമാക്കി ഇത് റസൂലുള്ളാഹി തങ്ങൾ വെള്ളം കുടിച്ച പാത്രമാണെന്ന് പറഞ്ഞ് പാത്രം കൊടുത്തു. എവിടെ പോയി പാത്രം? ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശക്തമായ ഇടപെടലിന്റെ ഫലമായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ ആഘോഷമായിട്ടാണ് ആ പാത്രം വിതരണം ചെയ്തിരുന്നത്. നിങ്ങൾ പാത്രം കൈമാറിയിരുന്നത്, ആ സംഭവം ഒന്ന് കാണി. നിങ്ങൾ ആ പാത്രം കൈമാറിയിരുന്ന രംഗൊന്നുകൂടി. പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് അവകാശപ്പെടുന്ന കേശം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകിയത് UAE കാരനായ ഹസ്രജിയാണ്. ഇയാളാണ് സകല ഫിത്തന ഉണ്ടാക്കി. സകല ഫിത്തന കേരളത്തിലുണ്ടാക്കിയത് ഇയാളാണ്. ഇയാൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, അത് ഫുലാന് വാങ്ങും, നാട്ടിൽ അതുകൊണ്ട് ഫിത്തന ഉണ്ടാവും. അതേ ഹസ്രജി തന്നെയാണ് പ്രവാചകൻ പാനം ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് അവകാശപ്പെട്ട് ഒരു പാത്രം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകുന്നതായി പ്രഖ്യാപിച്ചത്. വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാൻ ഇതാ നൽകുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? പ്രവാചക തിരുശേഷിപ്പുകളെ ചിലർ എതിർക്കുന്നത് വ്യക്തിവിരോധം കൊണ്ടാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. എന്തിനാണ് മക്കളെ നിങ്ങൾ അതിനൊക്കെ നിഷേധിക്കുന്നത്? അതിന് തെളിവില്ലാത്തതുകൊണ്ട് തന്നെ. ഇതിനൊക്കെ തെളിവുണ്ടെങ്കിലല്ലേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇത് തെളിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. ഈ പാത്രം നബിയുടേതാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയപ്പോൾ നമ്മൾ മാന്യമായി ചോദിച്ചു, എന്താണ് അതിന്റെ രേഖ? ഇത് നബിയുടേതാണെന്നുള്ളതിന്റെ രേഖ വേണമല്ലോ. ഇന്നാള് തന്നു, അല്ലെങ്കിൽ ഇന്നാള് തന്നു, ഇന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു എന്ന് പറയണ്ടേ? എന്നാൽ ഈ സംഭവത്തിന് ശേഷം എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു? എന്തേ നിങ്ങൾ പ്രവാചകരുടേതാണ് ആ പാത്രമെങ്കിൽ എന്തേ പിന്നീട് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത്? നിങ്ങൾക്കറിയാം അത് തട്ടിപ്പായിരുന്നു, ലോകർക്കറിയാം അത് തട്ടിപ്പായിരുന്നു എന്ന്. ഇതുകൊണ്ട് ഞങ്ങൾ ലോകം തിരിയാത്തവരായിട്ടില്ല, ഞങ്ങൾ പഴഞ്ചന്മാരായിട്ടില്ല, ഞങ്ങൾ പഴയവരാണ്. തിരികേശത്തിന് പിറകെ കാന്തപുരത്തിന്റെ കൈകളിലെത്തിയ പാത്രവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. വ്യാപകമായിട്ടുള്ള ഇത്തരത്തിലുള്ള പുതിയ പുതിയ തട്ടിപ്പുകൾ കാലം കുറെ കഴിഞ്ഞു. പാവപ്പെട്ട വിശ്വാസികളുടെ ആരാധനാ കർമ്മങ്ങളെ പോലും ചൂഷണം ചെയ്തു. നമ്മളുടെ നേതാവ്, മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത സുൽത്താൻ, അങ്ങ് മദീനയിലെ പച്ചക്കുപ്പക്ക് താഴെ കിടന്നുറങ്ങുന്ന നേതാവ്, മഹാനായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നമ്മൾ സ്വലാത്തിലുണ്ട്. എന്തിനാ ചൊല്ലണത്? ഞമ്മക്കതുകൊണ്ട് കൂലി കിട്ടാനാണ്. ഇവര് പറഞ്ഞു പറ്റൂല, ഞമ്മക്കൊരു പ്രത്യേകമായ ക്ലബ് ഉണ്ടാക്കണം. ഹുബ്ബുർ റസൂൽ ക്ലബ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ ചൊല്ലണ സ്വലാത്ത് ആ സംഘടനയുടെ നേതാവ് ഏതെങ്കിലും സഖാഫി ആയിരിക്കും, അയാൾക്ക് വിളിച്ചു പറയാം. മൊയ്തീൻ കുട്ടിയാജി 500 സ്വലാത്ത് ചൊല്ലി, ഫാത്തിമ 2000 സ്വലാത്ത് ചൊല്ലി, ഇന്നാള് 1,00,000 സ്വലാത്ത് ചൊല്ലി.
ആ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ ശേഖരിച്ച് 1 കോടിയാകുമ്പോൾ ഈ സഖാഫിയുടെ നേതൃത്വത്തിൽ മദീനയിലേക്ക് അത് കയറ്റുമതി ചെയ്യും ലോറിയിൽ. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്ന നിങ്ങള് അവര് പുറത്തിറങ്ങിയ നോട്ടീസ് നോക്കി നിങ്ങള്. എന്താണ് SYS മീലാദ് ക്യാമ്പയിൻ അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. 1 കോടി സ്വലാത്ത് മദീനയിലേക്ക്. ഒരു സ്വലാത്ത് നമ്മൾ ഈ ചെല്ലിയൽ ആ സ്പോട്ടിൽ അത് റൗദയിൽ എത്തുന്നല്ലേ നമ്മളെ വിശ്വാസം. അത് പിന്നെ ഇവലെ ലോഡിങ്ങിന് കാത്തിക്ക. 1 കോടി സ്വലാത്ത് മദീനയിലേക്ക് അതിന് ചെയ്യേണ്ട എന്താ? 1 ഹുബ്ബുർ റസൂൽ ക്ലബിൽ അംഗമാവുക. 2 നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് താഴെ നമ്പറിൽ വിളിച്ചറിയിക്കുക. ആലോചിച്ച് നോക്കി നിങ്ങള്. അങ്ങനെ വിളിച്ചറിയിച്ച 1 കോടിയാകുമ്പോ ഇത് കയറ്റിക്കൊണ്ടുപോകുമ്പോൾ അതിന് ലോഡിങ്ങിന്റെ ഫീസ് സെപ്പറേറ്റ് ആയിട്ട് വേറെ കൊടുക്കും വേണം. ഇത് നമ്മൾ വിമർശിക്കാതിരുന്നാൽ അടുത്ത കൊല്ലം നിസ്കാരം കയറ്റിയേക്കൂലേ, പിന്നത്തെ കൊല്ലം നോമ്പ് കയറ്റിയേക്കൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞങ്ങളെ ഉസ്താദിനെ സമീപിക്കുക. ഒരു നിസ്കാരത്തെ 150 രൂപ ആളുണ്ടാകും, ഇഷ്ടം പോലെ കിട്ടും. എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വിളിച്ചു. മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്തുള്ള ഒരാള് വിളിച്ചിട്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു, ഉസ്താദെ ഞാൻ എന്റെ പരിക്കാരൻ കുറച്ച് സ്വലാത്ത് ചൊല്ലിച്ചിട്ടുണ്ട്, അത് എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് എത്തിച്ചു തരിക? ഒരു സാധുവായ മനുഷ്യന്റെ ഒരു ആശങ്കയാണ്. ആ ഫോൺ കോള് നിങ്ങളൊന്ന് കേൾക്കി. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഇത് ഞാൻ കോഴിക്കോട് നോട്ടീസ് വേണ്ട സ്വരാത്തിന്റെ. ഇത് ഇപ്പൊ എന്താണ് ഇതിന്റെ പരിപാടി? അപ്പൊ ഞാൻ കോഴിക്കോട് ഒരു പരിപാടി നോട്ടീസ് കണ്ടിട്ടുണ്ട്. എന്താണ് ആ നോട്ടീസിന്റെ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ആ പരിപാടി എന്നാണ് ഇയാൾ വിളിച്ചു ചോദിക്കുന്നത്. ഇത് ഞാൻ കൽപ്പഞ്ചേരി മെയ്ദീനാജിയാണ് വിളിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ സ്വലാത്ത് എത്തിക്കല്? അപ്പൊ അയാൾക്കൊരു സംശയം, ഞാനിങ്ങനെ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് അത് എങ്ങനെയാ നിങ്ങൾ മദീനത്തേക്ക് എത്തിക്കുക എന്നാണ് സാധുവിന്റെ ചോദ്യം. ഞാനും എന്റെ പെണ്ണുങ്ങളും വേറെ കുട്ടികളൊക്കെ പാടെ കുറച്ച് സ്വലാത്ത് ചൊല്ലി ചെയ്യണം. ഞാനും എന്റെ ഭാര്യയും പേരെ കുട്ടികൾ എന്ന് പറഞ്ഞാല് മക്കളെ കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇങ്ങനെ ചാക്കിൽ കെട്ടിച്ചതായിരിക്കും, അത് കൊഞ്ഞാടി പോകാനോ. ഇനി ഈ സ്വലാത്ത് എങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു ചെറിയ പദ്ധതിയാണ്. 5 കോടി സ്വലാത്തി നാട്ടിലുള്ള ആളുകൾ ഒരു ലെറ്റർ കൊടുത്തിട്ട് ചെല്ലിക്കാന്നുള്ള, സ്വലാത്തിന്റെ ആളുകളാവാന്നുള്ളതാണ്. പ്രത്യേക പരിപാടി ഒന്നുമില്ല. നല്ല കാര്യമാണ് സംഗതി. പക്ഷേ ഇത് എങ്ങനെ 5 കോടി ആയപ്പോ തേഞ്ഞോ? വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ ചോദിക്കുകയാണ് 5 കോടി ആയോ, അത് തികഞ്ഞോ? കാരണം അപ്പൊ ഇയാൾ മറ്റാൾ പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 1 കോടി ആയിട്ട് വേണം ഒന്നായിട്ട് കയറ്റിയാക്കാൻ. 1 കോടി തന്നെ വീഴുന്നുണ്ട്. അപ്പൊ നമ്മള് 1,14,500 സ്വലാത്തോടെ ചെല്ലി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൊണ്ട് പറഞ്ഞാല് നമ്മളിവിടെ അതിൽ കൂട്ടും. എന്താ ചെയ്യണ്ടി? നിങ്ങൾ വിളിച്ചു പറയേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇതിപ്പോ എങ്ങനെ മദീനത്തേക്ക് എങ്ങനെ എത്തിക്കല്ലേ? അപ്പൊ അയാളെ ചോദ്യം, ഈ സ്വലാത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മദീനത്തേക്ക് എത്തിക്കുക? ഇങ്ങനത്തെ ഒരു ആഭാസം, ഇങ്ങനത്തെ ഒരു വിവേകമില്ലാത്ത പ്രവർത്തനങ്ങൾ, അതിന് കുറെ ആളുകൾ, അതിനൊരു സംഘടന, അതിൽ വീഴാൻ ഒരുപാട് ആളുകൾ, ഇങ്ങനെയുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്ത ചൂഷണത്തിന്റെ വിവിധമായ മാർഗങ്ങൾ. ഇതുകൊണ്ട് എന്തുണ്ടായി അറിയങ്ങള്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദിന്റെ നേതാക്കന്മാർ ഇതിനെ വിമർശിക്കാൻ തുടങ്ങി. ഇതിനെ മാത്രല്ല, സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തത്തിലുള്ള ആചാരങ്ങളെ നിശിതമായി വിമർശിക്കാൻ തുടങ്ങി. ഹുസൈൻ സലഫി പോലെയുള്ള പ്രഭാഷകന്മാർ, മുജാഹിദിന്റെ നേതാക്കന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വിശ്വാസങ്ങളെ ഇതിനെ പേര് കളിയാക്കാൻ തുടങ്ങി. ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ കേൾപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് കടക്കണം. ഹുസൈൻ സലഫി ഇതിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കിങ്ങള്. ഉള്ളതല്ല പള്ളി, പിന്നെ എന്തിനാ തന്റെ തടി വെക്കാനായിരിക്കും. അത് പക്ഷേ മുമ്പത്തെ സംസാരമാണ്. അതെന്തോ ആകട്ടെ, ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു കള്ളക്കേശം കൊണ്ടുവന്നിട്ട് അത് നബിയുടേതാണെന്ന് പറഞ്ഞിട്ട് അത് മുക്കിയ ജ്യൂസും വെള്ളവും ജനങ്ങളെ കുടിപ്പിച്ച് വിശ്വാസരംഗത്തവരെ അലസരാക്കി ഉറക്കിക്കിടത്തിയിട്ടുള്ള ആ പുരോഹിതനിപ്പോൾ വേറെ ഒരു പണിയും
പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇക്കൊല്ലം ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടിയിട്ട വെള്ളത്തിന് ഇക്കുറി മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടത്രേ. ആ മുടി ജ്യൂസിൽ ഞാൻ ഇത്തവണ മദീനത്തെ നബി തങ്ങളുടെ ഖബറിൻ പുറത്തുള്ള മണ്ണിന്റെ പൊടി കൂടി ഇട്ടിട്ടാ കൊടുക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് ഇവര് പ്രസംഗിച്ചു, റൗള ഷരീഫിൽ നിന്ന് എനിക്ക് മണ്ണ് കിട്ടിയിട്ടുണ്ട്, ആ മണ്ണ് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ മുടിയിട്ട വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങക്ക് തരണത്. റൗളയിൽ പോയവർക്ക് അറിയില്ലേ അവിടുന്ന് മണ്ണ് കിട്ടുമോന്നില്ല എന്നുള്ളത്. മണ്ണ് പോയിട്ട് വിശുദ്ധമായ റൗളയുടെ സമീപത്ത് ശരിക്കും നിൽക്കാൻ പോലും സാധിക്കൂല, ശരിക്കൊന്ന് സലാം പറയാൻ പോലും സാധിക്കൂല. അപ്പോഴേക്ക് പോലീസുകാരെ യാ ഹാജി താഴെന്നോട് ഉന്തിയിട്ട് പറഞ്ഞേക്കാണ് അവിടുന്ന് ഇയാൾക്ക് മണ്ണ് കിട്ടിയത്രേ. ആലോചിച്ച് നോക്കി, അള്ളാഹു കേൾക്കൂലേ പൊന്നു ഹബീബന്മാരെ ഈ സംസാരം? ഇത് അള്ളാഹു കേൾക്കൂലേ? നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ തട്ടിപ്പ് നടന്ന് ഇവിടുത്തെ ജീവിച്ചാൽ മതിയോ? മരിച്ചു പോകണ്ടേ? ഖബറിൽ കിടക്കണ്ടേ? തങ്ങളെ അനുധാവനം ചെയ്ത, പ്രതിനിധാനം ചെയ്ത അനുയായികളുടെ വിഷയത്തിൽ പടച്ചവൻ നമ്മളെ ചോദ്യം ചെയ്യൂലേ? അതുകൊണ്ടാണ് ഈ സന്ദേശം പൊതുജനങ്ങളെ നമ്മൾ തെര്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വഞ്ചനകളിൽ പെട്ടുപോകരുത്. കാന്തപുരം മതാ മുടിവെള്ളത്തിൽ മണ്ണും കലക്കി നബി തങ്ങളുടെ ഖബറിന്റെ പുറത്തുനിന്ന് മണ്ണ് വാരാൻ ഇയാൾക്ക് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കല്ലേ അവിടെ? അതേ, കളവുകൾ എത്രയാണ് ആവർത്തിക്കുന്നത്. അങ്ങനെ മദീനയിലുള്ള മണ്ണാണ്, നബി തങ്ങളുടെ ഖബറിന്റെ മീതെയുള്ള മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ണും കൂടി കലക്കിയിട്ട് സംസം വെള്ളവും ചേർത്തുകൊണ്ടാണ് വലിയ ചെമ്പിലേക്ക് ഈ വെള്ളം കൊടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് മുടിയില്ലതെ പൊടിയും കലക്കിയിട്ട് മുടിപൊടി വെള്ളം കൊണ്ട് തബറുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം വിടൂല ഒരൊറ്റ മുജാഹിദും. നിങ്ങളെ പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങളെ ഇതാ തളച്ചിടുന്നു. നബിതങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹബീബിന്റെ ഒരു മുടിയും നിങ്ങളുടെ കൈകളിലില്ല, ലോകത്തരിന്നെവിടെയുമില്ല. കണ്ടോങ്ങള്, ഇതിന്റെ പേരിൽ ലോകത്തുള്ള മുഴുവൻ ഷായർ മുബാറക്കുകളെയും ഇവർ വിമർശിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കൈവശമില്ല, ലോകത്തെവിടെയുമില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച നിങ്ങളാണ്. ലോകത്ത് തർക്കമില്ലാതെ വസ്തുനിഷ്ഠമായി ലോക മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന എത്രയോ ഷഅർ മുബാറക്കുകൾ ലോകത്തുണ്ട്. കാശ്മീരിലെ ഹസ്രത്ത് ബാൽ പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ടത് ലോകം മുഴുവനും അംഗീകരിക്കുന്നതാണ്. അതിനെപ്പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിച്ചത് നിങ്ങളുടെ ഇടപെടലുകളാണ്. ഉണ്ടെങ്കിൽ സത്യം പറയുന്നവരാണെങ്കിൽ കൊണ്ടുവായോ തെളിവ്. എന്താ തെളിവ്? നബിതങ്ങൾ ആർക്ക് മുടി കൊടുത്തു, അവിടെ നിന്ന് ആർക്ക് മുടി കിട്ടി എന്ന കൃത്യമായി നിങ്ങളുടെ വശം എത്തിയ മുടിയുടെ സനതൊന്നു പറയോ. സനത് എന്നത് ഇന്ന് അമുസ്ലിം പത്രപ്രവർത്തകർക്ക് പോലും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ാണെന്ന് പറഞ്ഞുകൊണ്ട് നാടൊട്ടാകെ പണം പിരിച്ച കള്ളക്കേശം, അതേ, അതുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാൻ സമ്മതിക്കില്ല. നബിയുടേതല്ലാത്ത ഒന്ന് നബിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. കേന്ദ്രവും പള്ളിയൊക്കെ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കുക? അവിടെ ആരുടെ മുടിയും കൊണ്ടുപോയിട്ട് അട്ടിയിട്ടോ ഒരു പ്രശ്നമില്ല, തൂക്കിയിട്ടോ പനങ്കൊല പോലെ ഹബീബിന്റെതാണെന്ന് മാത്രം പറഞ്ഞു പോകരുത്. അതേ, ഞങ്ങൾക്ക് വാശിയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം കൊണ്ടാണിത് പറയുന്നത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് നബിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി അദ്ദേഹം സ്വലാത്തിനെ വിമർശിക്കുകയാണ്, ഇവരുടെ ഈ സ്വലാത്ത് കച്ചവടത്തെ. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ലേബലിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും അടച്ചാക്ഷേപിക്കാനുള്ളൊരു വഴിയാണ് ഇവരിവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് നഗറുകൾ നടത്തുന്നില്ലല്ലോ. അതല്ലേ മറ്റൊരു സംശയം. നബി ഞങ്ങൾക്ക് സ്വലാത്തുണ്ട്, സ്വലാത്ത് നഗറുകളില്ല. സ്വലാത്തിന്റെ പേരിൽ ചൂഷണമില്ല. നിങ്ങളിപ്പോൾ ഒരു പരസ്യം കൊടുക്കുന്നു. എന്താണ്? 1 കോടി സ്വലാത്ത് മദീനത്തേക്ക് പാർസലേക്കാനുള്ള പരിപാടി. എല്ലാവരോടും നിങ്ങൾ പരസ്യം ചെയ്യുന്നു. ആവുന്നത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര സ്വലാത്താ ചൊല്ലിയത് എന്ന് ആണും പെണ്ണുമൊക്കെ മുസ്ലിയാർക്ക് SMS അയക്കണം. ഖദീജ
കുട്ടി ചൊല്ലിയത് 301, അമ്മദ് കുട്ടി ചൊല്ലിയത് 401, ഫാത്തിമ ചൊല്ലിയത് 701, ജമീല ചൊല്ലിയത് 712, മുസ്തഫ ചൊല്ലിയത് 433. ഇങ്ങനെ കണക്ക് കിട്ടിയിട്ട് 1 കോടി തികഞ്ഞാൽ സഖാഫി ഉസ്താദ് മദീനത്തേക്ക് കയറ്റിവിടും പോലും അതേ കോടിക്കണക്കിന് സലാത്ത് ഞങ്ങൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന പോലും നിങ്ങളുടെ ഓശാരം വേണോ? മുസ്ലിമേ, എന്താ നമ്മുടെ വിശ്വാസം? ഒരു സലാത്ത് ചൊല്ലിയാൽ അതവിടെ എത്തിക്കാൻ അള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ? സംഗതി നമ്മളെ വിമർശിക്കാനാണെങ്കിൽ ആ കൂട്ടത്തിൽ ഇയാളൊരു സത്യം പറഞ്ഞു. നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്പോട്ടിൽ അത് അള്ളാഹു റസൂൽ എന്ന സന്നിധാനത്തേക്ക് എത്താൻ അള്ളാഹു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏതല്ല കൂട്ടത്തിൽ വിമർശിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം സത്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതേ ഇടയ്ക്ക് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് SMS അയക്കണോ? ചൊല്ലുമ്പോഴേക്ക് റബ്ബവിടെ എത്തിച്ചാൻ സംവിധാനമില്ലേ? അത് പിന്നെ നിങ്ങളുടെ SMS ഒന്ന് കിട്ടിയിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങളുടെ ഓശാരത്തോടെ ഔദാര്യത്തോടെ മദീനയിലേക്ക് കയറ്റി അയക്കാൻ ഇതെന്താ തെങ്ങിൻ പട്ടയാണോ തേങ്ങാക്കൊലയാണോ കയറ്റി അയക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലക്ക് വ്യാപകമായ വിമർശനം ഇതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആഘോഷമായി കൊണ്ടു നടന്നു. ആരാ ഉത്തരവാദികള്? അതൊക്കെ പോട്ടെ, അടുത്ത ദിവസങ്ങളിൽ ഹെൽമറ്റിന്റെ ഫളായിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. ഫളായിലുൽ ഹെൽമറ്റി ഖംസത്തുൻ, ഹെൽമറ്റിന്റെ ശ്രേഷ്ഠത 5 എണ്ണമാണ്. എന്തുകൊണ്ടാണ് ഹെൽമെറ്റിന്റെ ശ്രേഷ്ഠത പറയുന്നത്? നമ്മളിവിടെ ഹെൽമെറ്റിന്റെ ശ്രേഷ്ഠത പറഞ്ഞതിനും ഹെൽമെറ്റ് കച്ചവടം ചെയ്തതിനും നമ്മൾ വിമർശിക്കണില്ല. പക്ഷേ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ സ്ഥാപനമുണ്ട് കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദ. അതിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് അതിന്റെ പരസ്യം എംബ്ലം ചെയ്തിട്ടുള്ള കുറെ ഹെൽമെറ്റുകൾ ഇവർ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ആ ഹെൽമെറ്റ് ചെലവാകാൻ ഹെൽമെറ്റിന്റെ ശ്രേഷ്ഠതകൾ വിവരിച്ച് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് വിതരണം ചെയ്യാൻ. ഈ കാലം വരെ ഹെൽമെറ്റ് ഇവിടെ എന്തേ ഹെൽമെറ്റിന്റെ ഫളായിൽ വയലിൽ പറയാതിരുന്നത്? അദ്ദേഹം തന്നെ പറയട്ടെ. ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. അതിൽ 5 കാര്യമുണ്ട്. ഹെൽമെറ്റ് ഇട്ടാൽ 5 കാര്യങ്ങളുണ്ട്. എന്തൊക്കെ 5 കാര്യങ്ങൾ? ഒന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. 1 തലമറച്ച സുന്നത്ത്. നല്ല മട്ടുണ്ടാവും. ഹെൽമെറ്റ് ഇട്ടാൽ എങ്ങനെ തലമറച്ച സുന്നത്ത് ഇട്ടുക? അങ്ങനെയാണെങ്കിൽ ഹെൽമെറ്റിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സുജൂദ് ചെയ്ത് ഒന്നായിട്ട് തല കുത്തി മാറിയില്ലേ കീപ്പിട്ട്? അപ്പൊ ഹെൽമെറ്റ് ഇട്ടാൽ തലമറച്ച സുന്നത്ത് കിട്ടും അത്രേ. എന്താ ഇക്കാലം വരെ ഇത് പറയാതിരുന്നത്? ഇപ്പൊ പറയാനുള്ള കാരണം സമ്മേളനത്തോടനുബന്ധിച്ച് ഹെൽമെറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ചെലവാകണമെങ്കിൽ ഹെൽമെറ്റ് ധരിക്കൽ സുന്നത്താണ് എന്നൊരു നിയമം. അപ്പൊ 1 ഹെൽമെറ്റ് ധരിച്ചാൽ സുന്നത്ത് കിട്ടും. 1. 2 മറ്റൊന്ന് തലക്ക് പരിക്ക് പറ്റാതിരിക്കാൻ. അത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഒരു സത്യം ആര് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണമല്ലോ. ഹെൽമെറ്റ് ധരിച്ചാൽ ഇവിടെ അപകടത്തിൽ പറ്റിയാൽ തലക്ക് പരിക്ക് പറ്റൂല. 2. 3 വേറെ ഒന്ന് കൃത്യത്തിന് ഓരോ സ്ഥലത്തും എത്തിച്ചേരരുത്. കാരണം പോലീസുകാർ പിടിച്ചേക്കൂല. അതും സത്യം തന്നെയാണ്. ഹെൽമെറ്റ് തലയിൽ വെച്ച് പോയാല് ബൈക്കത് പോലീസ് കൈയാട്ടൂല. അപ്പോൾ നേരെ കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റും. 4 നാലാമത്തത് നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്ന മെസ്സേജ് നൽകുക. ബാക്കിയുള്ളവർക്കൊക്കെ നിയമം ലംഘിക്കാം. ഉസ്താദ്മാരെ കുതിര കയറാ, പള്ളി അടച്ചുപൂട്ട, മദ്രസ അടച്ചുപൂട്ട, കള്ളത്തരം ചെയ്യാ, ജനങ്ങളെ വഞ്ചിക്ക, കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കുക, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയാ, അതിനൊന്നും തരക്കടില്ല. അവിടൊക്കെ നിയമം ലംഘിക്കുക. ഇവിടെ പിന്നെ നിയമം ലംഘിക്കാതെ ജീവിക്കാൻ പറ്റും. 5 അഞ്ചാമത്തത് അതിന്റെ ബാക്കിലും സൈഡിലും സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 എന്ന് പ്രചരണം. അപ്പൊ അതാണ്. അപ്പൊ അത് നടക്കണം. അപ്പൊ അത് നടക്കാനാണ് ഹെൽമെറ്റ് ഇട്ടാൽ സുന്നത്താണ് എന്ന് മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ സെക്യൂരിറ്റിയാണ് ഹെൽമെറ്റ് എന്ന് അതേ വർഷത്തിൽ അവസാനം പറയുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സെക്യൂരിറ്റിയാണ് ഹെൽമെറ്റ്. ഇങ്ങനെ എങ്ങനെയൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യാം. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ കോഴിക്കോട് നടന്നവരുടെ മീലാദ് സമ്മേളനത്തിൽ കാന്തപുരത്തിന്റെ മകന്റെ ഒരു പ്രഖ്യാപനം, ഞങ്ങൾ ഇവിടെ ചെറിയൊരു പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള പെട്ടി. അത് 50 ഉറുപ്പിക കൊടുത്തിട്ട് എല്ലാവരും വാങ്ങിയിൽ വീട്ടിൽ കൊണ്ടുപോവാ. എന്നിട്ട് അതിലിങ്ങനെ ചില്ലറ പൈസ ഇട്ടിട്ട് പെട്ടി നിറക്കുക. ആ പെട്ടി മർക്കസ് കൊണ്ടേ കൊടുത്താൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ്. സ്വർഗത്തിലേക്കുള്ള പെട്ടി വ്യാപകമായി വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക. അതും കൂടെ നിങ്ങൾ അറിയുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി ഓർമ്മപ്പെടുത്തുകയാണ്. പറയട്ടെ. വന്നു വാങ്ങാതെയും സംഭാവന കൊടുക്കുന്ന ഒരു ശീലമാണ്. ഗിഫ്റ്റ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു പെട്ടി സ്വന്തം വീട്ടിലുണ്ടാക്കി വെക്കുക.
അതിൽ സംഭാവനകൾ നിക്ഷേപിക്കുക. ചെറിയ കുട്ടികൾക്കടക്കം ദാനശീലം വളരാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും ഓരോ ബോക്സ് കൊടുക്കുക. അവർക്ക് കിട്ടുന്ന നാണയത്തൊട്ടുകൾ അതിൽ നിക്ഷേപിക്കുക. നിറഞ്ഞു വരുമ്പോൾ അതുമായി നേരെ മർക്കസിലേക്ക് വരികയോ കൊടുത്തയക്കുകയോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് ആ ഒരു നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ഷെയറെ മുബാറക്കിന്റെ ദിവസം മർക്കസിൽ അവർ തന്നെ സ്ഥാപിച്ച പെട്ടികളുമായി വന്നു. ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇന്ന് ഈ സദസ്സിൽ തന്നെ ആവശ്യമായ ഗിഫ്റ്റ് പാരഡൈസ് എന്ന് പറയുന്ന ഹദിയത്തുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു ബോക്സ് ഇവിടെ വെച്ച് നൽകുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളാരും വിമർശിക്കണേ, നിഷ്പക്ഷമായി നിങ്ങൾ ആലോചിക്കൂ. സ്വർഗത്തിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റുന്ന ഒരു ബോക്സ്, സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന തോണി എന്നാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് അംഗീകരിക്കാൻ, എന്നാ വെള്ളത്തിലിട്ട് ഭൂന്നാണ് പോകാലോ. അപ്പൊ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന പെട്ടി ഇവിടുന്ന് തരുന്നുണ്ട്. അത് നിങ്ങൾ വാങ്ങാ, പൈസ നിറക്കാം, മർക്കസ് കൊണ്ടുപോയി കൊടുത്താൽ സ്വർഗം ഉറപ്പായി. കാരണം ഇവരൊക്കെ അള്ളാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ, വാങ്ങിക്കൊടുക്കാൻ കഴിയുമല്ലോ. ഈ നിലക്കുള്ള ചൂഷണങ്ങൾ, അതാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരിക്കലും ഭൂഷണമല്ല, ഇതൊരിക്കലും ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും തട്ടിപ്പുകളും ഒരു ഭാഗത്ത്, എന്നിട്ട് ഇതിനെ നമ്മൾ വിമർശിക്കുകയും ഇതിനെ നമ്മൾ ചെയ്യാൻ പാടില്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ലേബിളിൽ പ്രവർത്തിക്കുന്നവർ നടത്താൻ പാടില്ലെന്നും നമ്മൾ പറയുമ്പോൾ അവരുടെ ഭാഗത്തുള്ള മറുപടി എന്താ പറയുക? ഞങ്ങൾ നിങ്ങൾ അടിച്ചമർത്തും, അതിന് ഞങ്ങൾക്ക് നരേന്ദ്രമോദി സ്വീകാര്യാണ്, പിണറായി വിജയനും സ്വീകാര്യാണ്. അബൂജഹലിനെ കിട്ടിയാൽ അബൂജഹലിനെയും ഞങ്ങൾ കൂടെ കൂട്ടും. അവരുടെ പ്രസംഗത്തിന്റെ ശൈലിയാണത്. അബൂജഹലിനെ കിട്ടുമെങ്കിൽ അബൂജഹലിനെ ഞങ്ങൾ കൂടെ കൂട്ടിയാലും നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ രംഗപ്രവേശനം നടത്തും എന്നാണ് അവർ പറയുന്നത്. അവരുടെ പ്രഭാഷകൻ പ്രമുഖനായ വഹാബ് സഖാഫി മമ്പാടാണ് ഈ ഒരു വല്ലാത്തൊരു വാദം, ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ ഞങ്ങൾ അബൂജഹലിനെ കൂടെ കൂട്ടിയാലും ഞങ്ങൾ നിങ്ങൾക്കെതിരെ പൊരുതുമെന്ന് പറയേണ്ടിടത്തേക്ക് വിഷയമെത്തിയെങ്കിൽ ആഖിറത്തിന്റെ വിഷയത്തിൽ, പാരത്രിക മോചനത്തിന്റെ വിഷയത്തിൽ ഇവർക്ക് യാതൊരു വിശ്വാസമില്ല. അദ്ദേഹം പറയട്ടെ, നാട്ടുകാരൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കൂടി തരും. അതേ സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ വായ മാത്രം ഓടിക്കെത്താമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അതിന് ഞങ്ങൾക്ക് നരേന്ദ്രമോദി സ്വീകാര്യാണ്, അതിന് ഞങ്ങൾക്ക് പിണറായി വിജയനും സ്വീകാര്യനാണ്, അതിന് ഞങ്ങൾക്ക് അബൂജഹലിനെ കിട്ടിയാൽ ഞങ്ങൾക്ക് അതും സ്വീകാര്യാണ്. കണ്ടോ നിങ്ങള്? ഞങ്ങൾക്ക് അബൂജഹലിനെ കിട്ടിയാൽ അബൂജഹലിനെ ഞങ്ങൾക്ക് സ്വീകാര്യാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ സാത്വികന്മാരായ പണ്ഡിതന്മാർ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്നതിന് സൂചന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശബ്ദകോലാഹലങ്ങളും സാമ്പത്തികമായ പളപളപ്പുകളും വാഹനത്തിന്റെ ആധിക്യവും സുഖത്തിന്റെ സൗകര്യത്തിന്റെ വലിയ വലിയ പേരും പെരുമയും ഒക്കെ ഇവിടെ നടക്കുമ്പോഴും നമ്മൾ അതിലൊന്നും അകപ്പെടാതെ അല്ലാഹ് ബില്ലാ എന്ന ചിന്തയോടുകൂടെ സാത്വികന്മാരായ മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരുടെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുന്നത് ഞങ്ങളുടെ ആഖിബത്ത് രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, ശംസുൽ ഉലമയെ പോലെ, സയ്യിദ് ഹൈദ്രോസ് മുസ്ലിയാരെ പോലെ, ബാഫഖി തങ്ങളെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, പടച്ചവനെ നീ കാണുമല്ലോ, നീ കേൾക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, നയാ പൈസയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിച്ചിരുന്നൊരു നേതൃത്വം, അങ്ങനെയുള്ളൊരു നേതൃത്വം നമ്മൾക്കുണ്ടായത് കൊണ്ടാണ് ധൈര്യത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ എന്ത് സത്യവും തുറന്നു പറയാനുള്ള ആർജവത്തോടു കൂടെ നമ്മൾക്ക് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ കോളേജുകളിൽ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങുമ്പോൾ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്നാണെങ്കിലും, നന്ദി ദാറുസലാമിൽ നിന്നാണെങ്കിലും, ചെമ്മാട് ദാറുഹുദയിൽ നിന്നാണെങ്കിലും, കടുമേനി റഹ്മാനിയയിൽ നിന്നാണെങ്കിലും, ഏത് സ്ഥാപനങ്ങളിൽ നിന്നും അവിടുത്തെ പഠനം പൂർത്തിയാക്കി അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉസ്താദുമാർ നമ്മളോട് പറയാറുള്ളത്, മക്കളെ നിങ്ങൾ മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങൾ ഹഖിന് വേണ്ടി നിലകൊള്ളണം, പണത്തിന് വേണ്ടി നിങ്ങൾ ഫത്വ കൊടുക്കരുത്, പടച്ചോരെ പേടിച്ച് നിങ്ങൾ ജീവിക്കണം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഹഖും ബാത്തിലും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന നിർദ്ദേശമാണ് നമുക്ക് തരാറുള്ളതെങ്കിൽ വേദനയോടുകൂടെ ഞാൻ നിങ്ങളൊരു കാര്യം കേൾപ്പിക്കുകയാണ്.
മർക്കസു സഖാഫത്തി സുന്നിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സഖാഫിമാരെ വിളിച്ചുകൂട്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർക്ക് കൊടുത്തൊരു നിർദ്ദേശം. സംഗതി രഹസ്യമായിട്ടാണ് ആ നിർദ്ദേശം കൊടുത്തതെങ്കിലും ആ കൂട്ടത്തിലുള്ള ചില സഖാഫികൾ പിന്നീട് സമസ്തയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ രഹസ്യം അവർ പുറത്തു വിട്ടിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത് അറിയങ്ങള്? ഈ ഓരോരോ സഖാഫികളും കഴിവിന്റെ പരമാവധി മഹല്ലുകളിൽ ജോലി ചെയ്യണം. കുറച്ചാളുകൾ ഗൾഫിൽ പോയിട്ടുണ്ട്, ബാക്കിയുള്ളവർ മഹല്ലുകളിൽ ജോലി ചെയ്യുമ്പോൾ സമസ്തയുടെ മഹല്ലാണെങ്കിൽ വളരെ ഹിക്മത്തോടു കൂടെ അവിടെ നിൽക്കണം. നമ്മുടെ മഹല്ലാകുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയും? സമസ്തയുടെ മഹല്ലാണെങ്കിൽ തന്ത്രപരമായിട്ട് അവിടെ നിൽക്കുകയും അവരുടെ ആളായി നിൽക്കുകയും ശമ്പളം വാങ്ങാതെ ജോലിയുടെ അപ്പുറത്തുള്ള നമ്മുടെ ഡ്യൂട്ടിയുടെ അപ്പുറത്തുള്ള ജോലികളും നമ്മൾ ചെയ്ത് കൃത്യമായ ക്ലാസുകൾ സംഘടിപ്പിച്ച് ആളുകളുടെ സ്വീകാര്യത നേടിയതിനു ശേഷം നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് സനത് വാങ്ങിയിറങ്ങുന്ന ശിഷ്യന്മാരോട് പ്രസംഗിക്കുന്ന ഉസ്താദുമാർ നേതൃത്വം നൽകുന്ന സംഘടനയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കണം. രഹസ്യ ക്ലാസ്സിൽ നടന്ന സംസാരമായതുകൊണ്ട് വോയിസ് വളരെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാക്കൂ. പക്ഷെ നിങ്ങൾ അത് അറിയണം എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കേൾപ്പിക്കുന്നത്. കാന്തപുരം പറയട്ടെ. അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞാൽ 70,000-ന്റെയും 75,000-ന്റെയും ഇടയിൽ വിദ്യാർത്ഥികൾ മർക്കസിൽ നിന്ന് ഈ കഴിഞ്ഞ കാലയളവിൽ പഠിച്ച് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അത് ദുന്യാവിൽ നമ്മൾ കണ്ടിട്ടില്ല. 70,000 അത് പിന്നെ ആഖിറത്തിലുണ്ടോ നമുക്കല്ല, നമ്മൾ അത് ചർച്ച വിടുക. നമുക്കതൊന്നും വിഷയമല്ല, വേറെ പ്രധാന വിഷയം അതിൽ പറയാനുണ്ട്. ശരീഅത്ത് കോളേജിൽ നിന്ന് തന്നെ 8,000-ത്തിലധികം സഖാഫികളും കാമിൽ സഖാഫികളും പഠിച്ചു പുറത്തിറങ്ങി. അൽഹംദുലില്ലാഹ്. ഈ സഖാഫികൾ 99.4% ആളുകളും അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുന്നവരാണല്ലോ. ഒരുപക്ഷെ ഖതീബ്, ഒരുപക്ഷെ ഖാദി, അതല്ലെങ്കിൽ മുഅല്ലിം, സദർ മുഅല്ലിം, ഇങ്ങനെ സ്ഥാനം വഹിക്കുന്നവരാണ് ഈ 7,000 സഖാഫികളിൽ. ഗൾഫിൽ പോയവർ ഒഴിച്ചുള്ള എല്ലാവരും. ഗൾഫിൽ പോയവർ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നു. അവർക്ക് ഈ തരം തൊഴിലില്ല, മഹല്ലുകൾ അവരുടെ കയ്യിലില്ല. എന്നാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും മഹല്ലുകൾ ഇടയിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ മഹല്ലുകളിൽ 2 തരം മഹല്ലുകൾ ഉണ്ട്. മഹല്ലുകൾ 2 തരത്തിലാണ് മഹല്ലുകൾ. ഏതാണ് 2 തരത്തിലുള്ള മഹല്ലുകൾ? അദ്ദേഹം തന്നെ പറയട്ടെ. ഒന്ന്, 100% നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട്. ഒന്ന്, നമ്മളുടെ ആദർശങ്ങളും ആശയങ്ങളും പറയാൻ പറ്റുന്ന മഹല്ലുകൾ ഉണ്ട് എന്നാണ് അയാൾ പറയുന്നത്. സപ്പോസ് അങ്ങനെ സങ്കല്പിക്കുക, അങ്ങനത്തെ മഹല്ലുകളിൽ എന്ത് ചെയ്യണം പറയട്ടെ. അവിടെ അങ്ങനെ പറയാം. അങ്ങനത്തെ മഹല്ലുകളിൽ നമ്മുടെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ വ്യക്തമായി പറയാം. ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട്. അത് സമസ്തന്റെ മഹല്ലാണ് പറഞ്ഞത്. സമസ്തന്റെ മഹല്ലുകളിൽ തങ്ങളുടെ ആദർശവും ആശയങ്ങളും വ്യക്തമായി പറയാൻ പറ്റൂല. അങ്ങനത്തെ മഹലിൽ നമ്മൾ ജോലിക്ക് നിന്നിട്ട് എന്ത് ചെയ്യണമെന്നാ അദ്ദേഹം ശിഷ്യന്മാരോട് പറയണത്. എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. അതുണ്ടാകും, അതെല്ലായിടത്തും ഉണ്ടാകും. ഒരു 5%, 10% ഒക്കെ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു മുഅല്ലിമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക. അപ്പൊ സമസ്തയുടെ മഹലിൽ നിങ്ങൾ ജോലിക്ക് കയറിയാൽ നിങ്ങളുടെ ജോലിയിൽപ്പെട്ടതല്ലെങ്കിലും മദ്രസ മുഅല്ലിമാണെങ്കിൽ പോലും സുബ്ഹിക്ക് ശേഷം സൗകര്യമുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലാസ് സംഘടിപ്പിക്കുക. എന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് ആളുകളെ ക്ഷണിക്കുക. 2, 3, 4, 5 ഇങ്ങനെ ആള് കൂടി 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 വരും. വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കസിന്റെ വിഷയം പറയേണ്ടതില്ല. നോക്കി നിങ്ങൾ ഈ മനുഷ്യന്റെ ഒരു കുത്തിത്തിരിപ്പിന്റെ ഒരു കോലം. അങ്ങനെ നിങ്ങളെ ക്ലാസ് സംഘടിപ്പിച്ച് ആളുകൾ ഇങ്ങനെ കൂടി വരുമ്പോ നിങ്ങൾ മർക്കസിനെ പറ്റി പറയരുത് സമസ്തന്റെ മഹല്ലിൽ. എന്നിട്ട്
അല്ലെങ്കിൽ SYSന്റെ വിഷയം പറയേണ്ടതില്ല. SSFനെ പറ്റി നിങ്ങൾ ആ ക്ലാസ്സിൽ മിണ്ടരുത്. SSFന്റെ കാര്യം പറയേണ്ടതില്ല. SSFനെ സംബന്ധിച്ചു ആ ക്ലാസ്സിൽ പറയരുത്. മർക്കസിനെ പറ്റിയും SSFനെ പറ്റിയും ഞാൻ അതിന്റെ ആളാണെന്നൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടു കൂടി നിങ്ങൾ ദർസ് നടത്തുക. എന്ത് ഹിക്മത്തായിരുള്ളത്? അതിന് ഹിക്മത്ത് എന്നല്ല അതിന് പറയാൻ, കുത്തിത്തിരുപ്പ് എന്ന് അതിനെ പറയാ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഫിത്ന എന്നതിനെ പറയാ. അങ്ങനെ വളരെ ഹിക്മത്തോടു കൂടി ഇതൊന്നും പറയാതെ നിങ്ങൾ ക്ലാസ് എടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ നിർദ്ദേശങ്ങൾ സനത് വാങ്ങി വരുന്ന സഖാഫികൾക്ക് ഉസ്താദുമാർ കൊടുത്താൽ എന്തായിരിക്കും അവർ മഹലുകളിൽ വന്നാലുണ്ടാകുന്ന സാഹചര്യം? നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിക്കുക. ഇങ്ങനെയൊക്കെ ശിഷ്യന്മാരോട് ഉസ്താദുമാർ ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഇതൊരു ഇഖ്ലാസുള്ള ക്ലാസ്സാണ്. ഞങ്ങളോട് ഇദ്ദേഹം ഒരു കാശും ചോദിക്കുന്നില്ല, ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽ പെട്ടതല്ല ഈ ക്ലാസ്, ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ, അപ്പൊ ഇങ്ങനെ ഇഖ്ലാസോട് കൂടെ ശമ്പളമൊന്നും വാങ്ങാതെ അങ്ങനെ ആത്മാർത്ഥമായി ഇങ്ങനെ ക്ലാസ് എടുക്കുക. അപ്പൊ ആളുകൾ സാധാരണക്കാരെ അവാമ് പാവപ്പെട്ടവരാണ്. അയാൾക്ക് ഇയാളുടെ സംസാരവും ഹൽക്കിനുള്ളത്തെ ഹംസയും ദ്വാരക്കണേനും കരച്ചിലും ഒക്കെ പാടെ കേൾക്കുമ്പോ ഇത് സത്യാന്ന് ബോധ്യപ്പെടും. അങ്ങനെ ആളുകൾക്കുള്ള വിശ്വാസ്യത നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഞാൻ നിങ്ങളോട് എന്നോട് മറുപടി ഇല്ല. എത്ര വ്യക്തം വരുന്നത്? ഇങ്ങനെ മഹല്ലുകളിൽ കയറിക്കൂടി വ്യാപകമായി നിഫാഖിന്റെ പണിയെടുത്ത് സത്യം മറച്ചു വെച്ച് അവരുടെ ആളുകളായി ചമഞ്ഞ് രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണെന്നും കാന്തപുരം വിഭാഗം പ്രചരണം അഴിച്ചുവിടുകയായിരുന്നു. എന്നാൽ കേസിലുണ്ടായിരുന്ന ഗുണ്ടുകൾ മദ്രസയുടെ കാര്യത്തിൽ സമസ്തക്ക് അനുകൂലമായി കോടതി വിധി വരികയും ബാക്കി 4 മദ്രസകളിൽ സമസ്തയുടെ സിലബസ് തുടരാൻ നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ വ്യാപകമായി പച്ചക്കളവുകൾ പ്രചരിപ്പിച്ചു. ഇങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഗൂഢമായ പദ്ധതികൾ നടപ്പിൽ വരുത്തി അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങി നാടിൽ മുഴുവനും ആദർശ ഏതാരുമില്ലാതായി പോയി. ലക്ഷ്യമാകുന്ന സ്വർഗത്തിലേക്കുള്ള വഴി പോലും അടഞ്ഞു പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴാണ് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞത് നമ്മൾ ഗൗരവത്തിൽ ഈ വിഷയം എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതം കുറഞ്ഞ കാലത്തെ ജീവിതം എവിടെ ഉള്ളൂ? ബർസ ആലമുൽ അർഹാം, ആലമുൽ അർവാഹിൽ നിന്നുള്ള ഈ യാത്ര ആലമുൽ അർഹാമിലൂടെ ആലമുൽ ദുനിയയിലെത്തിയ ഈ ലോകത്തെ യാത്ര കുറഞ്ഞ കാലത്തെ ജീവിതം മാത്രമാണ് നമുക്ക് ഇവിടെയുള്ളത്. അതുകൊണ്ട് കുറഞ്ഞ കാലത്തെ ഈ ജീവിതത്തിൽ നല്ലത് പറയുകയും നല്ലത് ചെയ്യുകയും നല്ലതിന്റെ ആളുകളായി മാറുകയും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം. ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കുമരമ്പത്തൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കോട്ടുമല ബാബു ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ തലമുതിർന്ന നേതാക്കന്മാർ മുഴുവനും ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും ദീനിന് വേണ്ടിയും സമസ്തക്ക് വേണ്ടിയും ജീവിതം ചിലവഴിച്ചവർ മരിക്കുന്നതിന് മുമ്പ് ഉഖറവിയായ ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടി തനിക്ക് നാളെ കിടക്കാരുടെ ഖബർ പോലും കുഴിച്ചു വെച്ച് അല്ലാഹ് ബില്ലാഹ് എന്ന ചിന്തയോട് കൂടെ ദിക്റിൽ മാത്രം കഴിഞ്ഞുകൂടിയ കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള സമസ്തയുടെ സാത്വികന്മാരായ പണ്ഡിതന്മാർ, ആ ഒരൊറ്റ പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. അവരുടെ പിന്നാലെ കൂടിയാൽ അള്ളാഹുവിന്റെ പക്കൽ പൊരുത്തം കിട്ടാൻ, അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ അവരുടെ പിന്നാലെ കൂടുന്നത് വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെ ചിന്തിക്കുന്നവരുമാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ. ആ ഒരു ആശയത്തിൽ നിന്നും മാദ്രസത്തിൽ നിന്നും മാറി ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ബിദ്അത്തുകാർക്കെതിരെ
അവരോട് സന്ധിയില്ല സമരം നടത്താനും അവരുടെ വാദങ്ങളുടെ മുനയൊടിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും സമയം കണ്ടെത്താതെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് അതിലൂടെ പണം കണ്ടെത്തുക, തരം താഴ്ന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ നടത്തുക. സുബ്ഹാനല്ലാഹ്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് വെച്ച് നടന്ന് കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ, മൗലിദിന്റെ സദസ്സുകൾ അതിന് ദുരുപയോഗം ചെയ്തു, ദുആ സദസ്സുകൾ അതിനു വേണ്ടി ദുരുപയോഗം ചെയ്തു, മഹാന്മാരായ മലക്കുകളെ സംബന്ധിച്ചു പോലും കള്ളപ്രചരണങ്ങൾ നടത്തി. സുബ്ഹാനല്ലാഹ്, മലക്കുകൾ വന്നിട്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു, എന്തെല്ലാം കളവുകൾ പറഞ്ഞു. അനുയായികൾക്ക് തീരെ പേടിയില്ല, നേതാക്കന്മാർക്ക് അള്ളാഹിനെ പറ്റി അത്രയും പേടിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ വർത്തമാന കേരളത്തിന്റെ ഈ നാഡീമിടിപ്പ് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനും നമ്മുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കാനും ആഖിറത്തിലുള്ള രക്ഷയും നമ്മൾ കരഗതമാക്കി മഹാന്മാരായ പണ്ഡിതന്മാർക്ക് കീഴിൽ ഇന്ന് പണ്ഡിത ലോകത്തെ സൂര്യ തേജസ് മഹാനായ തങ്ങൾ ഉസ്താദ്, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ദാരിമികളൊക്കെ സ്നേഹത്തോടെ തങ്ങൾ ഉസ്താദ് എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളാണ് സമസ്തയുടെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമി ആരിക്കുട്ടി ഉസ്താദ് സമസ്ത സെക്രട്ടറിയുമായി ഈ ബൃഹത്തായ ഈ പദ്ധതി സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ നേർരേഖയായ സംഘടന ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അതിന്റെ പിന്നിൽ അടിയുറച്ച് അച്ചടക്കമുള്ള പ്രവർത്തകരായി ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ഇനി നമുക്കിവിടെ പ്രാർത്ഥനാ സദസ്സും കൂടെ നടക്കാനുണ്ടായതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും ഈ സംസാരവും ഒക്കെ അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.